വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇന്ന് ഞങ്ങൾ സമ്മാനിക്കുന്നത്. എറണാകുളം BPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സർജിക്കൽ ആൻഡ് ഗൈനിക് ഓൺകോളജിസ്റ്റ് ഡോക്ടർ ചിത്രധാര കെ. മാഡം നമസ്കാരം. നമസ്തേ. മാഡം, നമ്മൾ ഇതിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ മന്താണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് അവയർനെസ് ഒരുപാട് ഓൺകോളജിസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാം വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ നിങ്ങളെപ്പോലത്തെ ഡോക്ടേഴ്സ് വന്ന് നിരന്തരം എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, പേടിക്കേ വേണ്ട എന്ന് നിരന്തരം നിങ്ങൾ പറഞ്ഞാലും ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ, ആ ക്യാൻസറിന് കേൾക്കുമ്പോൾ തന്നെ സ്റ്റിൽ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു പേടി തന്നെയാണ്. എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് എല്ലാവരുടെ ആ ഒരു പേടി തന്നെ മാറ്റാൻ പറ്റുക? അതെനിക്ക് തോന്നുന്നു കാലം അത് ചെയ്യുമെന്ന്. എന്നുവെച്ചാൽ ഒരു 100 വർഷം മുമ്പ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് വിചാരിച്ചിരുന്നത്. അതെ. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഹാൾസ്റ്റഡ് എന്ന് പറഞ്ഞ ഡോക്ടർ ഒരു സർജറി കണ്ടുപിടിച്ചത് ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട്. ഒരു സർജറി ചെയ്ത് ഇത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റുമെന്ന്. അന്ന് അദ്ദേഹം ചെയ്ത സർജറി ആണ് റാഡിക്കൽ മാസ്റ്റക്ടമി. അപ്പം അത് എന്ത് ലോകത്തിന് കൊടുത്ത ഒരു ആശ്വാസം നമുക്ക് പറഞ്ഞറിയാൻ പറ്റുന്നില്ല. സത്യം. അപ്പം അതുപോലെ ഇങ്ങനെ ആ ഒരു രീതി വന്ന് റാഡിക്കൽ മാസ്റ്റക്ടമി, മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി ആയി. അപ്പം വിചാരിച്ചു ഇതുകൊണ്ട് മാത്രം ഇത് മാറുന്നില്ലല്ലോ എന്ന്. ചിലർക്കെല്ലാം രണ്ടാമത് വരുന്നു, മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, രണ്ടാമത് വരുന്നു. അപ്പം വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കീമോതെറപ്പിയൊക്കെ ഗ്രാഡുവലി ഇവോൾവ് ചെയ്തത്. അപ്പം അന്നത്തേത് ആ ഒരു മരണം എന്ന് വിചാരിച്ചതിന് എത്രയോ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു. എത്രയോ അവയർനെസ് എല്ലാത്തിലും നമ്മൾ വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഏറ്റവും ഈ ഇത് പറയുന്നതിൽ ഏറ്റവും സേഫസ്റ്റും ഏറ്റവും പേടിക്കേണ്ടാത്തതും എന്നാൽ പെയിൻലെസ്സും എന്നൊക്കെ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്, അല്ലേ? അതെ അതെ. ഇന്നിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ നേരത്തെ നമ്മൾ പറയുമായിരുന്നു, അത് വരുമ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ചിലപ്പോൾ ഒരുപക്ഷെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ സയൻസ് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ റിമൂവ് പോലും ചെയ്യണ്ട, അത് ഏത് സ്റ്റേജ് ആണെങ്കിൽ പോലും റിമൂവ് ചെയ്യാതെ തന്നെ ട്രീറ്റ് ചെയ്യാമെന്നും പറയുന്നു. അതിനകത്തുള്ള ഞാനിത് ആദ്യം ചോദിച്ചതിൽ പെയിൻലെസ് എന്ന് പറഞ്ഞല്ലോ. പെയിൻലെസ് ലംബാണ്, പെയിൻ ഇല്ലാത്ത മുഴകളാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. ഇപ്പം നമ്മളിപ്പം ഈ യൂറിനറി ഹിമറ്റൂരിയ ബ്ലഡ് വരിക എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബ്ലഡ് വരുന്നതിന് ഈ ക്യാൻസർ സംബന്ധമായിട്ട് എന്തെങ്കിലും കൊണ്ടാണ് സാധാരണ വേദന കാണത്തില്ല. ഇപ്പം സ്റ്റോണൊക്കെ ആണെങ്കിൽ വേദന കാണും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ക്യാൻസർ മുഴകൾക്ക് ആദ്യം വേദന കാണത്തില്ല. അപ്പം അത് പ്രധാനപ്പെട്ട സിംറ്റം അതാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കും ഇതിന് വേദന ഉണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റിദ്ധാരണയുണ്ട്. അപ്പം അത് പറഞ്ഞ് അപ്പം അവർ വിചാരിക്കും ഇതിന് വേദനയില്ലല്ലോ, അപ്പം നമ്മളിത് ശ്രദ്ധിച്ചില്ല എന്നാണ് ഉത്തരം വരുന്നത്. പക്ഷെ അതാണ് ഏറ്റവും 90% ആൾക്കാർക്കും വേദന ഇല്ലാത്ത മുഴകളായിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രീക്വന്റ്ലി പറയുമല്ലോ, ലേഡീസ് കുളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ ആക്ച്വലി ഏത് ഏജ് മുതലാ? അതൊക്കെ ഞാനിപ്പം ഈ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ആൻസർ ചെയ്യണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചാൽ മുലഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോവുക. ഇപ്പം സാധാരണ ചിലർക്കാണെങ്കിൽ ജന്മനാ തന്നെ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇതങ്ങനല്ല, പെട്ടെന്ന് നമുക്ക് ഇത് അകത്തേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ മുലഞ്ഞിട്ടിൽ കൂടെ ബ്ലഡ് വരിക. അത് ഈ 100% അതല്ല. ഇതെല്ലാം ഇതൊക്കെ പറഞ്ഞാൽ ഈ 100% ക്യാൻസർ അല്ല. ഇതെല്ലാം ഞാൻ നോക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളവര് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇത് ചൊറിച്ചിൽ വരിക, ഒരു മുലഞ്ഞെട്ടിന് മാത്രം ചൊറിച്ചിൽ വരിക. പിന്നെ കഷത്തിൽ കഴലുകൾ വരിക. അതൊക്കെ എല്ലാം ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങളാണ്. പിന്നെ ഈ ചുമപ്പ് കളറ്, ഓറഞ്ച് കളറ് എന്നൊക്കെ വരുമ്പോഴത്തേക്കും പുണ്ണ്, അതൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊരു അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എത്രയും എർലി ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും എർലി ആയിട്ടാണ് നല്ലത്. അപ്പോൾ എർലി ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പണ്ട് പറയുമല്ലോ. ഇപ്പം പ്രിവെൻഷൻ ഈസ് ദ ക്യൂർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ കാരണങ്ങൾ എപ്പോഴും നോക്കണമല്ലോ, ഇതെങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ. അപ്പം കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊരു 70-80% ക്യാൻസറുകളും ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് വേണേൽ അതിലേക്ക് ഉൾപ്പെടുത്താം. ഈ ലൈഫ് സ്റ്റൈൽ പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടും ഇത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്,
ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അത് ജനറ്റിക് ചേഞ്ച് ഉണ്ടായിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഒരു ബ്രാക്ക മ്യൂട്ടേഷന് ഇപ്പം മെയിനായിട്ട് 80% അത് ബ്രാക്കയുടെ മ്യൂട്ടേഷനാണ് വരുന്നത്. പക്ഷേ 20% കേസസിൽ അല്ലാത്ത മ്യൂട്ടേഷൻ, പല ജീനുകൾ, 200 ജീനുകളുണ്ട്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ചേഞ്ച് വന്നിട്ടും ഉണ്ടാകാം. പിന്നെ ഫാമിലി തന്നെ വരുന്ന ക്യാൻസറുകളുണ്ട്. അത് പല സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട്, ഞാൻ പിന്നീട് അതിലേക്ക് വരാം, ഭാഗമായിട്ട് ഫാമിലിയിലൊക്കെ വരുന്ന ക്യാൻസറുകളിൽ ഉൾപ്പെട്ടും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ ഈ ബ്രാക്ക ജീൻസാണ് 80% കേസിൽ ഇത് വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വ്യതിയാനം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അതാണ് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണമായിട്ട് പ്രധാനമായിട്ട് പറയുന്നത്. അതിലാണെങ്കിൽ നമുക്ക് മോഡിഫൈബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ മോഡിഫൈബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ മോഡിഫൈബിൾ ഫാക്ടേഴ്സ് തന്നെ ഏജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ ആ ഏജ് അഡ്വാൻസസ് ദ ഇൻസിഡൻസ് ഓൾസോ ഇൻക്രീസസ്. ഏജ് കൂടുന്തോറും ഇതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ മുമ്പേ മുഴകൾ, വേദനയില്ലാത്ത മുഴകൾ പറഞ്ഞല്ലോ. അപ്പം അതിനെക്കുറിച്ച് അതിലേക്ക് വരുമ്പം തന്നെ നമ്മൾ 20 വയസ്സായ ഒരാൾക്ക് ഒരു മുഴ കാണുകയാണെങ്കിൽ അത് 98% ക്യാൻസർ അല്ല. എന്നാൽ 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടി വരും. ഇപ്പൊ ഒരു 80 ആകുമ്പോഴത്തേക്ക് അത് വളരെ ഹൈ ആകും. അപ്പോഴാണ് ചിലപ്പോൾ 8 പേരിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 20 പേരിലൊക്കെ ഒരാൾക്കായിരിക്കും നമുക്കിപ്പോൾ കാണുന്നത്. പിന്നെ ഹെറിഡിറ്റി, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നല്ല, പാരമ്പര്യം. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് എത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുവാണെങ്കിൽ അത്രയും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ നമ്പർ ഓഫ് റിലേറ്റീവ്സിന്, എത്ര കൂടുതൽ നമ്പർ റിലേറ്റീവ്സിനുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഫീമെയിൽ ജെൻഡർ ഇറ്റ്സെൽഫ് ഈസ് എ കോസ്. ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത് അതൊരു നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത്. വെച്ചാൽ മെയിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മെയിൽസിനും വരുമെന്ന്. ഫീമെയിൽ ജെൻഡർ നമുക്ക് അത് ഏറ്റവും റിസ്ക് ഫാക്ടർ. അപ്പം ബ്രസ്റ്റ് കൂടുതലുണ്ടല്ലോ, ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതലുള്ളതുകൊണ്ട് അവർക്കാണ് കൂടുതൽ വരുന്നത്. എന്നാൽ അത് പുരുഷന്മാർക്കും വരാം. പ്രത്യേകിച്ച് ഈ ജനറ്റിക് വ്യതിയാനങ്ങളുള്ള ഫാമിലിയിലുള്ള പുരുഷന്മാർക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം ഈ ജനറ്റിക് ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരു വീട്ടിൽ ഒരു പുരുഷൻ ആദ്യം വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ സ്ത്രീകളാണ് കൂടുതലായിട്ട് സർവലൻസ് എന്ന് പറയാതെ കൂടുതൽ മമ്മോഗ്രാം ഈ ടെസ്റ്റുകൾ ചെയ്യുക, അല്ലെ ജനറ്റിക് ടെസ്റ്റ് തന്നെ. ഇപ്പം എല്ലാം പിന്നെ ജനറ്റിക് ടെസ്റ്റ് ആണല്ലോ. അത് ആദ്യം തന്നെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിങ്ങിന് പോകും. അപ്പം ഈ മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോർമോണുകളുടെ ഉപയോഗം, പിന്നെ ഫുഡിൻ്റെ ഇത്, പിന്നെ എക്സസൈസ് ചെയ്യുന്നത്, അങ്ങനെ മോഡിഫയബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഹോർമോണൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കാലം കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കമ്പൈൻഡ്, നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, പിന്നെ ഈ ആർത്തവവിരാമത്തിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ ഗുളികകൾ, പിന്നെ എപ്പോഴും ഈ മാറ്റി വെക്കാനും PCODക്കുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ ഹോർമോൺസ് ഒരുപാട് കഴിക്കുന്നത് ഇതിനൊരു കാരണമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഫീമെയിലിൻ്റെ ഒരു ഇതിൽ വരുന്ന ഒരാളിൻ്റെ ജീവിതാദ്യം മുതൽ ജീവിതാവസാനം വരെ ബ്രസ്റ്റ് എത്രമാത്രം ഈ ഹോർമോണിന് എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ഒരു സാധ്യത കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ ആർത്തവം വന്നു, ആർത്തവ വിരാമം ലേറ്റായി, അല്ലെ കുട്ടികൾ ഉണ്ടായിട്ടില്ല, അവർക്ക് പാലൂട്ടിയിട്ടില്ല, അപ്പോഴങ്ങനെയൊക്കെ കണ്ടീഷൻസിൽ കൂടുതൽ കാലം ഈസ്ട്രജന് എക്സ്പോസ്ഡ് ആയിരിക്കും ബ്രസ്റ്റ്. അപ്പം അത് ഒരു പ്രധാന ഫാക്ടറാണ്. അപ്പം പിന്നീട് ബ്രസ്റ്റിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഈസ്ട്രജൻ, ഈ ഫീമെയിൽ ഹോർമോൺസ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് മെയിനായിട്ടുള്ള ഫീമെയിൽ ഹോർമോൺസ്. അതിനും ബ്രസ്റ്റിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഈ ചിലപ്പോൾ നമുക്ക് ഹോർമോണൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ എപ്പോഴാണ് ഇത് ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്നത്? ഈ മ്യൂട്ടേഷൻസ് ഉള്ളപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ബ്രസ്റ്റ് ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ അവർ ഈ ഹോർമോണിനും ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പം ഈ മ്യൂട്ടേഷൻ, ഇപ്പം ജനിതക വ്യതിയാനം ഉള്ളവർ ഈ ഹോർമോൺസൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും, അത് കൂടുതൽ ചേഞ്ചസ് ഉണ്ടാക്കും, കൂടുതൽ വളർച്ച ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ഈ ട്യൂമർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പീരിയഡ്സ് വരിക, അല്ലെങ്കിൽ ആർത്തവ മെനോപോസ് വരുന്നത് കുറച്ച് ലേറ്റ് ആവുക, ഇങ്ങനെ പറയുന്നതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മുടെ ബോഡിയിൽ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടല്ല, അത് ആ സമയത്ത് വരുന്നു, അത് പോകുന്നു എന്നുള്ളതും. അതേപോലെ PCODയുടെ സമയത്തും ചിലർക്ക് പെട്ടെന്ന് അതങ്ങ് ടാബ്ലറ്റിൽ മാറാം, ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. അതൊക്കെ ലൈഫ് സ്റ്റൈൽ
സ്റ്റൈൽ ഡിസീസായിട്ട് PCOD ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക് അതിലേക്ക് അപ്പം വരുന്നതാണ്. ആണ്. എന്നുവെച്ചാൽ അതൊക്കെ നമ്മൾ ഈവൻ മെലിഞ്ഞ PCODസും ഉണ്ട്. ആ, എന്നാലും അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ, ആ, നമ്മൾ ഇതുപോലെ ഫുഡ് ഇറഗുലറായിട്ട് കഴിക്കുന്നവർ, കൂടുതൽ എന്താണ് നോൺ വെജിറ്റേറിയൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഫുഡ് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നവർ, ജങ്ക് ഫുഡ് കഴിക്കുന്നവർ, ഉം. പിന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ, അവരൊക്കെ ഇതിൽ കൂടുതൽ സാധ്യതയുള്ളവരാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഉള്ളപ്പം അതൊക്കെ എക്സസൈസ് കുറവുള്ളവരും. കുറവും എല്ലാം കൂടെ. അപ്പൊ അതായത് പ്യുവർലി ലൈഫ് പ്യുവർലി സ്റ്റൈലിൽ ലൈഫ് വരുന്ന സ്റ്റൈലാണ് അതല്ല. പക്ഷേ ഇതല്ല. നമ്മൾ സാധാരണ ഈ PCOD ആയിട്ട് പോകുമ്പോൾ ഉം. ആൾക്കാർ പണ്ടൊക്കെ കൂടുതലും ഹോർമോൺസ് അതിന് കൊടുത്തിരുന്നത്. അതെ. അവരുടെ PCOD എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന പ്രശ്നം അവർക്ക് മാസമുറ റെഗുലർ അല്ല. ആഹാ. മിക്കവാറും ആൾക്കാർക്ക് അമനോറിയ ആ. മാസമുറ വരത്തില്ല. ഉം. 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞാൽ മാസമുറ വരികയുള്ളൂ. ഉം. അപ്പോൾ അതാണ്. പിന്നെ അവർക്ക് മുഖം പുരുഷന്മാരുടെ രീതിയിലുള്ള ഒരു രോമ വളർച്ചയായിരിക്കും ഉള്ളത്. ഓ. അപ്പോൾ അവരുടെ ഓവറിയിൽ നിന്ന് കൂടുതൽ ആൻഡ്രോജൻ ഉണ്ടാക്കും. ഈ പുരുഷ ഹോർമോണാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഓക്കെ. അവർക്ക് ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. ഈ ഈസ്ട്രോജൻ കൂടുന്നത് കൊണ്ട് ഇൻസുലിൻ്റെ ലെവൽ കൂടും. ഓക്കെ. അങ്ങനെ അപ്പോൾ അതിന് ഒരു ഡയബറ്റിക് ടെൻഡൻസി അവർക്ക് കൂടുതലാണ്. അവർക്ക് അവരുടെ കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ അവരുടെ സൈക്കോളജി, ഒരു മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം ഉണ്ടാകാനുള്ള അതും അവരുടെയൊക്കെ കൂടുതലാണ്. ഓക്കെ. അപ്പം ഞാൻ പണ്ടുള്ള ഇത് ഈ ഹോർമോൺസ് കൊടുക്കുന്നത്. ഉം. പക്ഷെ ഇപ്പോഴൊക്കെ പറയുന്ന ഈവൻ എക്സസൈസ് ഉം. ക്യാൻ പ്രൊഡ്യൂസ് വണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം ജസ്റ്റ് ഒരു അതെ. എക്സസൈസ് ചെയ്താൽ ഉം. പെട്ടെന്ന് അതെല്ലാം റെഗുലർ ആവും. അല്ലെങ്കിൽ കൊടുക്കുന്നത് ഇപ്പം ഡയബറ്റീസിന് കൊടുക്കുന്ന മെഡിക്കേഷൻ തന്നെയാണ് ആ. ഈ PCOD ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പം ഈ ഓക്കെ. PCOD എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറം ചട്ടയിൽ ഉം. മൾട്ടിപ്പിൾ സിസ്റ്റ് ഉണ്ടാവും. ഉം. അപ്പം അത് ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പം PCODക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഈ ഓവറിൻ ഓവറിയനും യൂട്രൈൻ യൂട്രൈൻ ക്യാൻസറും ക്യാൻസർ ഓവറിയൻ ക്യാൻസറും ബ്രസ്റ്റുമാണ് കൂടുതൽ കൂടുതൽ ഇതിലുണ്ടാകുന്നത്. PCOD റിലേറ്റഡ് PCOD ആയിട്ട് വരുന്നത്. റിലേറ്റഡ് പക്ഷേ ആയിട്ടുണ്ടാകുന്നത്. ഇതെല്ലാം തന്നെയും നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുകയും പ്രോപ്പർ എക്സസൈസും ചെയ്യുവാണെങ്കിൽ യെസ് യെസ് ഒരു അത് പരിധി വരെ ഒരു നമുക്ക് പരിധി വരെ ഇതിനെയൊക്കെ കൺട്രോൾ നമുക്കിതിനെ ചെയ്യാൻ പറ്റും അല്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി, ആ. ഈ അഡൽട്ട് ഒബിസിറ്റി ആണ് ബ്രസ്റ്റ് ക്യാൻസറിന് കൂടുതലായിട്ട് പറയുന്നതെങ്കിലും ഉം. ചൈൽഡ്ഹുഡ് ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കൂടുതലുണ്ടാവും. ഉം. പക്ഷേ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ടും എക്സസൈസ് ഒക്കെ ഇല്ലാതെ ഉം. കുട്ടികളൊക്കെ ഈ TVയുടെ ഒക്കെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ച് ആ. എക്സസൈസ് ഇല്ലാതിരിക്കുമ്പോഴും ആ ഒബിസിറ്റി കൊണ്ട് ഇതൊക്കെ കൂടുതലായിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നമ്മൾ പറയുന്നത് യൂഷ്വലി അതെ അതെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറയുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള വലിയ മാരക രോഗങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തന്നെയാണ്. അതന്നെ ഈ മാരക രോഗങ്ങളെല്ലാം ഇതുണ്ടാക്കുന്നതെല്ലാം ഈ നമ്മുടെ ഇതാണ്. ഉം. ഇപ്പം നമ്മൾ സ്മോക്കിങ് ഉം. ആൾക്കാർ ക്യാൻസർ വന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തും. ഉം. സമൂഹത്തിലൊരു സ്റ്റിഗ്മ ഉണ്ടല്ലോ അങ്ങനെ. അതെ. അത് ക്യാൻസറാണ്, അല്ലെ അവർ പകരും. പണ്ടൊക്കെ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. ഉം. അടുത്ത് പോയാൽ പകരും. ഇപ്പം പിന്നെ അത് ജനറ്റിക് ചേഞ്ചാണ്, അങ്ങനത്തെ ഒക്കെ മാറി വരികയാണ്. ഉം. പക്ഷെ അപ്പം നമ്മൾ ഈ പുകവലിക്കുന്നവരെ മാറ്റി നിർത്തുന്നില്ല. അതൊരു പ്രധാന കാരണമാണ് ക്യാൻസർ ഉണ്ടാകാൻ. ഉം. ഇപ്പോൾ പുകവലിക്കുന്നവരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ടത്, ഉം. ക്യാൻസർ ആൾക്കാരെ അല്ല. ഉം. പുകവലി, മദ്യപാനം, പിന്നെ ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ്, ഉം. അഡൽട്ട് ഒബിസിറ്റി, അൺകൺട്രോൾഡ് ഡയബറ്റിസ്, ഓ. ഇപ്പം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷന്, അതെല്ലാം വളരെ പ്രധാനമാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളത്, നമ്മൾ ഈ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ. ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരിതാണ് ക്യാൻസർ. പ്രധാനപ്പെട്ട ക്യാൻസറിൻ്റെ എല്ലാം കോസ് ഓക്കെ. ഈ ഈ അസുഖങ്ങളും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ആ. ഒരു അവസ്ഥയും ഈ ഒരുപാട് ക്യാൻസറുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ യങ് ആയിട്ടിരിക്കുന്ന ഒരു ഏജിൽ നമ്മൾ വളരെ കെയർ ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും ഇതൊന്നും അങ്ങനെ വരില്ല, ഇതൊന്നും അങ്ങനെ ആവില്ല എന്ന് വിടുന്ന പല കാര്യങ്ങളുമായിരിക്കാം ലേറ്റർ ഓൺ നമ്മുടെ ലൈഫിൽ നമ്മളെ ട്രിഗർ ചെയ്ത് അത് ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ മാരക രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് കൗമാരക്കാരും ഇത് വളരെ ശ്രദ്ധിക്കണമെന്ന്. ഓക്കെ. ഈ ഒബിസിറ്റി, അമിതവണ്ണമാകാതെ നോക്കണം. ഉം. അതേപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ അവരധികം യൂസ് ചെയ്യാൻ പാടില്ല. PCODയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല കാര്യത്തിനും അവർ ഉം. ഈ ഫീമെയിൽ ഹോർമോൺസ് യൂസ് ചെയ്യുമല്ലോ. ഉം. അതെല്ലാം നമുക്ക് ബ്രസ്റ്റിൽ ആ സമയത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് പിന്നീട് ഒരു ക്യാൻസർ ടെൻഡൻസിയിലേക്ക് പോകാം എന്ന് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഫാമിലിയിൽ ഒരാൾ BRCA മ്യൂട്ടേറ്റഡ്, ഈ വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൗമാരപ്രായക്കാരിൽ ഇത് ചെയ്യാനുള്ള ഏക ഇൻഡിക്കേഷന് അവർക്ക് ഹോർമോൺ കൊടുക്കുന്നുണ്ടോ, അതിന് മുമ്പ് അത് ചെയ്തിരിക്കണം. ഹോർമോൺ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും അത്ര അത്യാവശ്യമുള്ള ഇൻഡിക്കേഷനാണ് ഹോർമോൺ യൂസ് ചെയ്യണമെങ്കിൽ അവർ ഈ BRCA ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഹോർമോൺ ചെയ്യാൻ കൊടുക്കാവൂ. പാടുള്ളൂ.
ഓക്കെ. അത് ഏകദേശം അല്ലെങ്കിൽ എന്തിനൊക്കെയാണ്? നമുക്ക് ഈ കൗമാരപ്രായക്കാരിൽ സാധാരണ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. 20 ഇയേഴ്സ് കഴിഞ്ഞാണ് ഈ ജനറ്റിക് ടെസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതും നമ്മൾ എന്ത് ഇത് വരുമ്പോഴും ഇപ്പം മാഡം പറഞ്ഞല്ലോ ഹോർമോൺ ചിലർക്ക് കഴിക്കേണ്ടി വരുന്നു. അത് എന്തൊക്കെ സിംപ്റ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഹോർമോൺ കൂടുതലും കൊടുക്കുന്നത് യൂഷ്വലി? അല്ല, മിക്കവാറും ഒക്കെ ഈ PCODക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് ബ്ലീഡിങ് ആ. ആൾക്കാർക്ക്, അത് പ്യൂബർട്ടി മെനറാജിയ എന്ന് പറഞ്ഞാൽ അതിനും ഉണ്ടല്ലോ പ്യൂബർട്ടി ആ. കുട്ടികൾക്കൊക്കെ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതെ. അതാണല്ലോ ഈ ഗവൺമെൻറ് അയൺ ഒക്കെ കൊടുക്കുന്നത് ആ. ആശാ വർക്കേഴ്സ് വഴി. അതെ. അപ്പം ആ ഒരു ഏജിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഉം. ഹോർമോൺ കൊടുത്ത് കുറച്ച് നാളത്തേക്ക് നമുക്കിത് കൊടുക്കണം. അല്ലെ 1 വർഷം അല്ലെ 6 മാസം അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉം. ഇത് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവൂ. ഫാമിലിയിൽ കൂടുതൽ ഇതുണ്ട് ഹിസ്റ്ററി ഉണ്ട്, ടെൻഡൻസി ഉണ്ടെങ്കിൽ. ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അവരുടെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒക്കെ എല്ലാം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ജനറ്റിക് ടെസ്റ്റ് അതെ. നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഉം. അപ്പോൾ ഫാമിലിയിൽ ആരുടെയും ജനറ്റിക് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഉം. ഈ കുട്ടിക്ക് അമ്മയോ ക്ലോസ് റിലേറ്റീവോ പോസിറ്റീവ് ആണെങ്കിൽ ഉം. ഈ കുട്ടിക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തിട്ട് മാത്രമേ ഈ ഹോർമോൺ കൊടുക്കാവൂ. കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാരണങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ഒരു പറ്റം ആൾക്കാർ ഒരുപക്ഷെ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അവയർനെസ് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ടാവും. എന്നിരുന്നാലും ഇതൊക്കെ അറിയാമായിട്ടും ഇപ്പോഴും ഇതൊന്നും ചെയ്യാതെ പോകുന്ന ഒരു കൂട്ടം ഇപ്പോഴും ആൾക്കാരും. ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പം അവർക്ക് പേടിയാണ് എല്ലാവർക്കും. പക്ഷെ ഞാൻ പറയും, ഇപ്പം ജനറ്റിക് ടെസ്റ്റാണ് നമുക്ക് ഒരു ശരിക്കും. ഇന്നത് നമുക്കൊരു കാര്യമുണ്ട് എന്നറിയാമല്ലോ. ജനറ്റിക് അതെ. ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അത് ശ്രദ്ധിക്കാം. കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ എളുപ്പമുണ്ട്. പറ്റും. പ്രിവെന്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതെ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത് ഉം. ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉം. ടെസ്റ്റുകൾ സമയാസമയങ്ങളിൽ ചെയ്യുക, ഉം. അതിന് പ്രിവെന്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പം നമുക്കത് വരാതെ ഈസി ആയിട്ട് നോക്കാൻ നോക്കാൻ പറ്റും. പറ്റും. ഇതിപ്പോൾ ഇല്ലാത്തവർക്കാണ് നമുക്ക് ഇത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അവർക്ക് ഇതിനാലൊന്നും ജനറ്റിക് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, അവർക്കൊന്നും പ്രത്യേകിച്ച് കാരണമില്ലെങ്കിൽ ഉം. അപ്പോഴും നമ്മൾ സ്റ്റക്കാവും. ഇത് എന്തുകൊണ്ട് വന്നു, അല്ല ഇതിനെന്താണ് പ്രിവെൻറ്റീവ്, സാധാരണ ഉള്ള ഇതൊക്കെ മതിയോ, അവരുടെ ഫാമിലീസിനും സാധാരണ ഉള്ള ചോദിക്കുമല്ലോ എല്ലാവരും, എനിക്ക് മോളുണ്ട്, അതിന് റിസ്ക് ഉണ്ടോ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് ഇപ്പം സാധാരണ ഒരു ടെസ്റ്റുകളെ സാധാരണ ഏജിൽ തുടങ്ങാനേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓ. ഓക്കെ. ഇപ്പം നമ്മുടെ കുട്ടികളിൽ പെൺകുട്ടികൾ അവർ പെട്ടെന്ന് പീരിയഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. എല്ലാ മാസവും അവർ ഈ പെയിൻ വരുമ്പം ചിലർ ആയുർവേദം എന്തെങ്കിലും ഒരു റെമഡി എടുക്കും. ചില കുട്ടികളാണെങ്കിൽ നിരന്തരം പെയിൻ കില്ലേഴ്സ് കഴിക്കും ഈ ഒരു പീരീഡിൽ. അങ്ങനെ നമ്മളത് കൊടുക്കുന്നത് ശരിക്കും നല്ലതാണോ? സിവിയർ പെയിൻ വരുന്നവരുണ്ട്. ആ. അപ്പം പിന്നെ അവർ വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പാരാസെറ്റമോളൊക്കെ എപ്പോഴും പനി വന്നാൽ എടുക്കുമല്ലോ. അതെ. അതുപോലെ ഒരു പെയിൻ കില്ലർ പാരാസെറ്റമോളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്ന ചില മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഈ സ്പാസം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഓവുലേഷൻ തുടങ്ങി കഴിയുമ്പോഴാണ് ഈ കൂടുതൽ പെയിൻ വരുന്നത്. കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ്. ഒരു 18 വയസ്സാകുമ്പോഴത്തേക്ക് ഒക്കെ കുട്ടികൾക്ക് ഇതൊക്കെ ശരിക്കുള്ള പീരീഡ് വരുള്ളൂ റെഗുലറായിട്ട്. എന്നുവെച്ചാൽ അവർ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് ഓവുലേഷനൊക്കെ തുടങ്ങുമ്പോഴാണ് കറക്റ്റ് ആകുന്നതും നമുക്ക് ഈ പെയിനൊക്കെ വരുന്നതും. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊന്നും റെഗുലറാക്കാൻ, വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും റെഗുലറാക്കാൻ നമ്മൾ ഒരു മരുന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗുളികകൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് റെഗുലർ ആകണമെന്നും പറഞ്ഞ്. അതൊക്കെ അവരൊരു 18 വയസ്സായിട്ടേ അത് റെഗുലർ ആകുള്ളൂ. ഓക്കെ. അതേപോലെ നമ്മൾ ഏത് ഏജ് മുതലാണ് ഡോക്ടർ ഇതൊക്കെ നമ്മളിപ്പം സ്ത്രീകൾ ശ്രദ്ധിക്കണം? ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പം ബ്രസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ലംബുണ്ടോ? നമ്മളെപ്പോഴും ഒരു പൊടിക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയും. അതൊക്കെ ഒരു 40s കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ശ്രദ്ധിച്ചാൽ മതിയോ? അത് ഈ പറയുന്ന പോലെ ഒരു 20s മുതൽ നമ്മൾ കെയർഫുൾ ആവണോ? ഇത് പ്രിവെൻഷൻ. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞല്ലോ ഇത് എന്തൊക്കെ നോക്കാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നെന്ന്. അപ്പോൾ ഈ ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ജനറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ പിന്നെ അന്തരീക്ഷ മലിനീകരണം തൊട്ട് പ്ലാസ്റ്റിക് വരെ നമ്മൾ അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കതിനൊരു കാരണമില്ല. പിന്നെ ബാക്കിയുള്ള സ്മോക്കിങ് ഇതെല്ലാം അതിൻ്റെ പ്രത്യേകിച്ച് മദ്യപാനമൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിട്ടാണ് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. പക്ഷേ അപ്പം ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാകുന്നു നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ജനറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത്. ഇപ്പം ഫാറ്റി ഫുഡ് കഴിക്കുമ്പോഴോ ഉണ്ടാകുന്നു, അല്ലെ പ്രോസസ്ഡ് മീറ്റ് കഴിക്കുമ്പോൾ അത് നല്ലതല്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആണ്. അപ്പം നമുക്കൊരു കാരണം ഇല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രിവെന്റ് ചെയ്യാൻ, അതാണ് പ്രൈമറി പ്രിവെൻഷന്. അപ്പം അത് നമുക്ക് പറ്റുന്നില്ല. ഇപ്പം നമുക്ക് സർവൈക്കൽ ക്യാൻസറിന് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഉള്ളത് കൊണ്ട്
അതിന് പ്രൈമറി പ്ര- പ്രിവെൻഷൻ ഉണ്ട്. ഉണ്ട്. പക്ഷേ ഇത് ബ്രസ്റ്റ് ക്യാൻസറിന് പ്രൈമറി പ്രിവെൻഷൻ ഇല്ല. ഇല്ല. അത് ഇതുകൊണ്ടാണ്. ഉം. അതിനെപ്പോഴും സെക്കൻഡറി പ്രിവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ ചെയ്തേ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ. ഇപ്പോഴത്തെ നിലയിൽ. ഓക്കെ. പിന്നെ സെക്കൻഡായിട്ട് വന്നിരിക്കുന്നത് ജനറ്റിക് ടെസ്റ്റിംഗ് ആണ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഉം. ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് ആ പോസിറ്റീവായിട്ടുള്ളവർക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ഉം. സർവൈലൻസിൽ വെച്ചിട്ട് അവർക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ ആ രീതിയിൽ അവരൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തെങ്കിലും MRI മാമോഗ്രാം ഒക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഈവൻ ബ്ലഡ് സപ്ലൈ കൂടിയാൽ പോലും അറിയാൻ പറ്റും, മുഴയൊന്നും ആവണ്ട. അപ്പോൾ ആ ഏരിയ ഒക്കെ മാറ്റിക്കളഞ്ഞ് ഉം. ബ്രസ്റ്റ് ക്യാൻസർ വരാതെ നോക്കാം. ഓക്കെ. പണ്ടൊക്കെ നമ്മൾ ഇത് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്താൽ ബ്രസ്റ്റ് എടുത്ത് മാറ്റണമെന്നായിരുന്നു. അതെ. ഇപ്പം അങ്ങനല്ല. ഇത് MRI വേണമെങ്കിൽ അവരോട് പറയാം, ഇതൊരു നല്ല മെത്തേഡാണ് എടുത്ത് മാറ്റുന്നത്. ഉം. പക്ഷേ ഇല്ലെങ്കിലും നമുക്ക് ബ്രസ്റ്റ് MRI വെച്ചിട്ട് സർവൈലൻസിലിട്ടാൽ ഉം. നമുക്കിപ്പം ഇങ്ങനത്തെ ഹൈലി സെൻസിറ്റീവ് ടെസ്റ്റ് വന്നതുകൊണ്ട് ബ്രസ്റ്റ് എടുത്ത് മാറ്റണമെന്ന് നിർബന്ധമില്ല. ഉം. എന്നാൽ ഈ ബ്രാക്ക കൊണ്ട് വരുന്ന വേറൊരു ക്യാൻസറാണ് ഒവേറിയൻ ക്യാൻസർ. ബ്രാക്ക ടെസ്റ്റ് മൂലം ഒരു 50% കേസസിൽ ബ്രാക്ക പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഒവേറിയൻ ക്യാൻസർ വരാം. ഓ. 1 ആണ് 50 to 60%, 2 ബ്രാക്ക 2 ആണ് 20 to 30% വരും. അപ്പോൾ അവർക്ക് ഈ ഓവറീസ് എടുത്ത് മാറ്റുക. ബ്രാക്കയാണ് 35 ഇയേഴ്സ് കഴിഞ്ഞ് എടുത്ത് മാറ്റണം, അല്ലെ ഫാമിലി കംപ്ലീറ്റ് ചെയ്താൽ. പിന്നെ റെയർ ജീൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു 45 to 50 ഇയേഴ്സിൽ മാറ്റിയാൽ മതി. എന്ന് വെച്ചാൽ വയറിനകത്ത് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഉം. ചിലപ്പോൾ ക്യാൻസർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് ടെസ്റ്റ് ചെയ്താലും ആ, ക്യാൻസർ ആയി കഴിഞ്ഞേ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയുള്ളൂ. പറ്റുന്നുള്ളൂ. ഈ ടെസ്റ്റുകളൊക്കെ അപ്പോഴല്ലേ കൂടുകയുള്ളൂ. അതെ. അപ്പോൾ അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറി മാറ്റുന്നത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ 35 ഇയേഴ്സിന് താഴെ ഓവറി മാറ്റുവാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഓ. ഹോർമോണൽ ഇതിൽ നിന്ന് കുറയ്ക്കുന്നതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയും കുറച്ച് കുറവാണ്. കുറവാണ്. അതാണ് ജനറ്റിക് ടെസ്റ്റിൻ്റെ ഒരു കാര്യം പറയുകയാണ്. ഉം. പിന്നീട് നമ്മൾ ഈ പ്രിവെൻറ്റ് ചെയ്യാൻ സെക്കൻഡറി പ്രിവെൻഷൻ ബാക്കി ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്നാണ് അത് പറയുന്നത്. ഉം. നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് ചില ടെസ്റ്റുകളാണ് ചെയ്ത് അത് ഏർലി ഡിറ്റക്റ്റ് ചെയ്യുന്നതിനാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഉം. അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്, ഉം. പിന്നെ ഫിസിഷ്യൻ എക്സാമിനേഷന്, ഉം. പിന്നെ മാമോഗ്രാം. ഓക്കെ. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ബ്രസ്റ്റിൻ്റെ ഒരു അവെയർനെസ് നമുക്കുണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ മെയിനായിട്ട്. അവനവൻ്റെ ബ്രസ്റ്റിൻ്റെ ഘടന അത് മനസ്സിലാക്കിയിരിക്കണം. ഉം. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ബ്രസ്റ്റ് അവെയർനെസ് എന്നും വേണമെങ്കിലും അതിന് പറയാം. ഉം. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന് പകരം ഉം. മറ്റേ ഇത് വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാം. ഓക്കെ. അതൊക്കെ സെൽഫ് ഒരു 30ന് അവെയർനെസ് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് എന്നാണോ? 20 ഇയേഴ്സ് തൊട്ടാണ്. 29 ഇത്ര അതിന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫിസിഷ്യൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫിസിഷ്യനെ കാണാൻ പോകണ്ടേ. ഉം. അതാണെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനും ഫിസിഷ്യൻ എക്സാമിനേഷനും ഒരു 1 to 1.5 സെൻറ്റിമീറ്റർ ആയിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓ. ഡിപ്പെൻസ് ഓൺ ദി ബ്രസ്റ്റ് ടിഷ്യൂ. ഓക്കെ. അപ്പോൾ വലിയ ബ്രസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1.5 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ടേ നമുക്ക് അറിയാൻ അറിയാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഉം. സ്പ്രെഡിങ്ങിൻ്റെ സാധ്യതയൊക്കെ അതിന് വന്നിട്ടുണ്ടാവും. എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മാമോഗ്രാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈവൻ പ്രീ ക്യാൻസർ സ്റ്റേജിലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാം. ഓക്കെ. ഈ ചെറിയ നനുത്ത ഈ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ടാകും. ഇത് മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയാം അതിന്. അപ്പോൾ ഈ മൈക്രോ കാൽസിഫിക്കേഷന് കാണുവാണെങ്കിൽ അത് 50-50. അതെല്ലാവർക്കും അത് ക്യാൻസർ എന്ന് പറയാനില്ല. ഉം. അതിൻ്റെ ബയോപ്സി എടുത്ത് നോക്കണം. അപ്പോൾ ഓക്കെ. MRI ചെയ്യണം, ബയോപ്സി എടുത്ത് നോക്കണം. അതൊരു 50-50 ചാൻസ് ആണ് മൈക്രോ കാൽസിഫിക്കേഷൻ ഓക്കെ. ക്യാൻസർ ആകാനുള്ളത് സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ആ സ്റ്റേജിലാണെന്ന് വെച്ചാൽ 100% ക്യൂർ ആണല്ലോ. ആ ഏരിയ മാത്രം മാറ്റി മാറ്റി. വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഉം. അതേപോലെ തന്നെ അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ മാമോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും അൾട്രാസൗണ്ട് ചെയ്തേ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. ഓ. അപ്പോൾ അൾട്രാസൗണ്ടിൽ നമുക്ക് ഡക്റ്റ് കാണാം. ഉം. ഇപ്പം ഡക്റ്റിനകത്ത് എന്തെങ്കിലും സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഫുള്ളായിട്ട് ആ ലൂമൻ ഡക്റ്റ് എന്ന് പറയുന്നത് മിൽക്ക് ഡക്റ്റുകളാണല്ലോ ഇതിൻ്റെ ഡക്റ്റ് ഉദ്ദേശിക്കുന്നത്. ഉം. ഈ മിൽക്ക് ഡക്റ്റുകൾ എല്ലാം നമുക്ക് നിപ്പിളിലേക്കാണ്. 10-20 മിൽക്ക് ഡക്റ്റുകൾ വന്ന് നിപ്പിളിലേക്ക് തുറക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡക്റ്റ് വലുതായി കിടക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ അൾട്രാസൗണ്ടിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് MR മാമോഗ്രാമാണ്. ഉം. അപ്പോൾ MR മാമോയിലും ഇതിനെല്ലാം ഇത് രണ്ടിൻ്റെയും കൂടെ ഉള്ള ഫലം MR മാമോയ്ക്ക് കിട്ടും. പക്ഷേ അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്കൊരു മാസ് സ്ക്രീനിങ് ഇതായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയാണ്. പിന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ കുറച്ചും കൂടെ എക്സ്പേർട്ട് വേണമല്ലോ. ഉം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉള്ളതിനാണ് MR മാമോ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. ഇത് ഈ ലംപ് എന്തായാലും ഇങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലംപ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണോ?
ലംപ് ഇല്ലാതെയും വരുമോ? ലംബില്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, പിന്നെ ലംബ് നമുക്ക് അധികം ഫീൽ ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ മൈക്രോ കാൽസിഫിക്കേഷൻ അത് നമുക്ക് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ഏർലി ഡിറ്റക്ഷനായിട്ട് കണ്ടുപിടിക്കുന്ന മാമോഗ്രാഫിയിലൊക്കെ. ലംബ് വന്നിട്ട് നമ്മളൊരു മാമോഗ്രാഫി ചെയ്യാൻ പോയാൽ അത് ഡയഗ്നോസ്റ്റിക് മാമോഗ്രാഫി എന്നാണ് പറയുന്നത്. സ്ക്രീനിങ് മാമോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സിംറ്റം ഇല്ല, നമുക്കൊരു സിംറ്റം ഇല്ല, അല്ലാത്തപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിനാണ് സ്ക്രീനിങ് മാമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലക്ഷണങ്ങൾക്ക് വെയിറ്റ് ചെയ്യരുത്. അപ്പം ഗവൺമെൻറ് WHO ഇതിൻ്റെ പല ക്യാൻസർ ബോഡീസും ഈ സ്ക്രീനിങ് ഇൻ്റർവെൽസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീനിങ് ഇൻ്റർവെൽസിൽ നമ്മൾ പോയി സ്ക്രീൻ ചെയ്യണം അത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ക്രീനിങ് ഇൻ്റർവെൽ പറയുന്നത് 45 to 55 ഇയേഴ്സ് ഇയർലി ടെസ്റ്റിംഗ് ആണ് ചെയ്യാനായിട്ട്. 40 ഇയേഴ്സ് കഴിഞ്ഞാൽ തുടങ്ങാം, പക്ഷേ 40 to 45 നമുക്ക് വൺസ് ഇൻ 2 ഇയേഴ്സ് മതി. 45 to 55 ഇയേഴ്സ് ആണ് മാക്സിമം ഇൻസിഡൻസ് വരുന്ന ഒരു ഏജിലേക്ക് വരുമ്പോഴത്തേക്കും ഇയർലി ടെസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 55 ഇയേഴ്സ് കഴിഞ്ഞാണെങ്കിലും നമുക്ക് വൺസ് ഇൻ 2 ഇയേഴ്സ് മതി. ആണല്ലേ? അപ്പൊ എപ്പോഴും ഈ ഒരു ഏജ് എന്ന് പറയുന്നത് 45 to 55 ആണ് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് അല്ലേ? നമ്മൾ കൂടുതലും നമ്മൾ പറയും ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻസിഡൻസ് കൂടുന്നു പറഞ്ഞാലും ഈ റെക്കമെൻഡഡ് ഏജ് ഈ മാക്സിമം ഇയർലി ചെയ്യാൻ പറയുന്ന ഏജ് 45 to 55 ഇയേഴ്സ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഏജ് ഗ്യാപ്പിൽ ആ ഒരു ടൈമിൽ അതിന്റെ ഒരു നമുക്കൊരു ഇത് കിട്ടും അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ 2 വർഷം ചെയ്ത് മാമോഗ്രാഫി ചെയ്യുന്നതാണെങ്കിലും ഇയർലി നമുക്കൊരു അൾട്രാസൗണ്ട് ഇൻ ബിറ്റ്വീൻ സമയത്തൊരു അൾട്രാസൗണ്ട് ചെയ്യാം. പിന്നെ ഈ ഇയർലി അല്ലേ നമുക്ക് മാമോഗ്രാഫിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. വെച്ചാൽ നമുക്ക് വളരെ ചെറിയൊരു റേഡിയേഷൻ ഡോസേ ഉള്ളൂ, നമ്മൾ 40 വയസ്സ് കഴിഞ്ഞല്ലേ. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതിന് കൂടുതൽ ബെനിഫിറ്റേ ഉള്ളൂ. അതിൻ്റെ റിസ്ക് കുറവാണ്, ബെനിഫിറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ വരുന്നത്. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒരു പേടിയാണ് മാമോഗ്രാം ചെയ്യാന്ന് പറയണതും. എന്തിനേറെ ചിലർക്ക് MRI ചെയ്യാന്ന് പറയണത് തന്നെ ചിലർക്ക് ആ ഒരു MRIക്ക് ആണെങ്കിൽ അങ്ങനൊന്നുമില്ല. MRI ഇപ്പം മാമോഗ്രാം ചെയ്യാൻ അങ്ങനെ പേടിയുള്ളവർ MRIയോ അൾട്രാസൗണ്ടോ ചെയ്തോണ്ടാ മതി. അതെ, അവർക്ക് വരും. ചിലർക്ക് ക്ലോസ്ട്രോഫോബിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പേടിയാണല്ലോ. പിന്നെ അവർക്ക് എന്തോ ഒരു മിത്ത് പോലും ഇതൊക്കെ ചെയ്താൽ ബേസിക് ആയിട്ട് നമുക്ക് മാമോഗ്രാഫി ആണ് അതിന് ചെയ്യേണ്ടത്. ശരിക്കും ഇത് പെയിൻഫുൾ ആണോ? കുറച്ച് ചിലപ്പം പെയിൻഫുൾ ആയിരിക്കും. എന്നുവെച്ചാൽ ബ്രസ്റ്റ് 2 പ്ലേറ്റിനിടയ്ക്ക് വെച്ചൊന്ന് കംപ്രസ് ചെയ്യുമല്ലോ. അത് മെഷീൻ്റെ എത്ര നല്ല മെഷീനാണോ അത്രയും ചിലപ്പം പെയിൻ കുറവായിരിക്കും. പിന്നെ അൾട്രാസൗണ്ടോ മറ്റേ MR മാമോഗ്രഫിയാണ്, പെയിൻ ഇല്ല. പക്ഷേ നമ്മളൊരു ബേസിക് മാമോഗ്രഫി ചെയ്യണം. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതും മാമോഗ്രഫിയാണ്. പോപ്പുലേഷൻ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണമല്ലോ. അല്ല എല്ലാവർക്കും നമ്മൾ MR മാമോഗ്രഫി ചെയ്താൽ അതിനുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല, അതിനുള്ള റിസോഴ്സ് നമുക്കില്ല. പ്രത്യേകിച്ച് നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഈവൻ ഡെവലപ്ഡ് കൺട്രിക്ക് പോലും അതിനുള്ള റിസോഴ്സസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാമോഗ്രഫി സാധാരണ ഒരു മാമോഗ്രഫിയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ MR മാമോഗ്രഫി വേണോ, അല്ലെങ്കിൽ പിന്നെ BRCA BRCA മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക് വ്യതിയാനം ഉള്ളവർക്ക് ഇതുപോലെ MR മാമോഗ്രാം തന്നെ ഇയർലി ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഒരു അമ്മയ്ക്ക് ഇപ്പോൾ ജനറ്റിക്കൽ സൈഡ് ഹെറിഡിറ്ററി സൈഡ് പറയുമ്പം അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ വരുന്ന ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ വരാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതൽ എന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്യാൻസർ എന്നുള്ളതാണോ അതിനകത്തൊരു പോസിബിലിറ്റി വരുന്നത്? ഇതിന് ഞാൻ BRCA ജീൻ പറഞ്ഞല്ലോ, അതിനകത്ത് 15ഓളം ജീനുകൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. റുട്ടീനായിട്ട് ഒരു 15ഓളം ജീനുകളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം ബ്രസ്റ്റും ഓവറി ഉണ്ടാക്കുന്നതാണ്. BRCA എല്ലാം ബ്രസ്റ്റും ഓവറി ഉണ്ടാക്കുന്നതാണ്. ഒന്നീ ബ്രസ്റ്റ് അല്ലെ ബ്രസ്റ്റ് ഓവറീസ് ഇത് പറയും, ഓവറി ജീൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം കൂടുതലായിട്ടും ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ BRCA പോസിറ്റീവായിട്ടുള്ളവർക്ക് അവരുടെ പുരുഷന്മാരിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പൻക്രിയാറ്റിക് ക്യാൻസർ പിന്നെ 2 പേർക്കും വരാം. പിന്നെ അങ്ങനത്തൊക്കെ ഉള്ളത് നോക്കണമെന്നുള്ളതേ ഉള്ളൂ. നോക്കാം. ഇപ്പം നമ്മൾ BRCAയുടെ ഇൻഡിക്കേഷൻ എന്തൊക്കെ ആൾക്കാർക്ക് ചെയ്യണമെന്ന് പറയുമ്പം തന്നെ പറയുന്നുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്ലോസ് റിലേറ്റീവിന് പൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടെങ്കിൽ, മെറ്റാസ്റ്റാറ്റിക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ലേഡി വരികയാണെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവിന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, മെറ്റാസ്റ്റാറ്റിക് പ്രോസ്റ്റേറ്റ് മെയിൻലി ഹൈ ഗ്രേഡ്, അപ്പോൾ അവർക്ക് നമ്മൾ സ്ത്രീകൾക്ക്
ഇതിൻ്റെ ബ്രാക്ക ടെസ്റ്റിംഗ് ചെയ്യണം. ഓക്കെ. പിന്നെ എല്ലാ ഓവറിയൻ ക്യാൻസറുകൾക്കും ഇപ്പം ഇത് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നതിൻ്റെ അവർക്ക് മറ്റേ ബാക്കിയുള്ള ആൾക്കാരുടെ റിസ്ക് അറിയാൻ ഇത് ഉണ്ട്. പിന്നെ സെക്കൻഡ്, അതിന് ചില ടാബ്ലറ്റുകളുണ്ട് കൊടുക്കാനായിട്ട്. ഇപ്പം പാർപ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഇത് കീമോതെറാപ്പി കഴിഞ്ഞാൽ ഈ ബ്രാക്ക പോസിറ്റീവ് ആണെങ്കിൽ ഇത് നല്ല ഇഫക്റ്റീവ് ആയിരിക്കും ഈ ടാബ്ലറ്റുകൾ. ഈവൻ ബ്രാക്ക പോസിറ്റീവ് അല്ലെങ്കിൽ പോലും അത് കൊടുക്കാം, എങ്കിലും ബ്രാക്ക പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് നല്ല ഇഫക്റ്റ് ഉണ്ടാവും. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്ക ടെസ്റ്റിങ് എല്ലാ ഓവറിയൻ ക്യാൻസറിനും ചെയ്യും. പിന്നെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന് കൂടുതലായിരിക്കും ഈ ജനറ്റിക് വ്യതിയാനങ്ങൾ കൂടുതലായിരിക്കും. ഇപ്പം സാധാരണ നമ്മൾ 10% എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ജനറ്റിക് ഒരു 20-30% ജനറ്റിക് വ്യതിയാനം ഉണ്ടായിരിക്കും. അപ്പം എല്ലാ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനും ഇത് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 3 ഫാക്ടേഴ്സാണ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്, സ്പെഷ്യൽ ടെസ്റ്റിംഗ് ഉള്ളത്. ഹോർമോൺസ്, ഒന്ന് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കും, പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്, പിന്നെ ഹെർടൂനോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് 3 നെഗറ്റീവായിട്ട് വരുവാണെങ്കിലാണ് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസേഴ്സിനും ഇത് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ എല്ലാ ഓവറിയൻ ക്യാൻസർ, പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാമിലി ഹിസ്റ്ററി ചെയ്യുക. ഡോക്ടർ നേരത്തെ പിന്നെ 50 ഇയേഴ്സിന് താഴെയുള്ള എല്ലാവർക്കും ചെയ്യണം. ട്രിപ്പിൾ നെഗറ്റീവ് ആണ് 60 താഴെയുള്ളവർക്ക് ചെയ്യണം. ഓക്കെ. നേരത്തെ ഡോക്ടർ ഒന്ന് മെൻഷൻ ചെയ്തു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കാരണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഇങ്ങനെ വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണെന്ന്. അതേപോലെ ചിലപ്പം എല്ലാവരും പറഞ്ഞു വരുന്നത് ബ്രായൊക്കെ യൂസ് ചെയ്യുമ്പം വയേർഡ് ആയിട്ടുള്ള ബ്രാസും ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള വയേർഡ് ബ്രാസ് യൂസ് ചെയ്യണത് പ്രത്യേകിച്ചും പ്യൂബർട്ടിയിൽ നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒന്ന് ഏർലി സ്റ്റേജിലേക്കൊക്കെ അതൊന്നും റെക്കമെൻഡബിൾ അല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതൊന്നും നമുക്ക് ഒരുപാട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മെയിൻ ഫാക്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നമുക്കതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത, വേറെ ഫാക്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ട്. ഇപ്പം ഫുഡ് തന്നെ നമ്മൾ നേരത്തെയൊക്കെ റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് എന്തായാലും ഗ്രൂപ്പ് 1 കാർസിനോജനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രോസസ്ഡ് മീറ്റൊക്കെ ഈ ബാർബിക്യൂയിങ്, ഡ്രില്ലിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന, പിന്നെ പ്രോസസ്ഡ് ആയിട്ട് ഈ ബർഗറിനൊക്കെ ഇടയിൽ വരുന്ന, അപ്പം അതൊക്കെ പ്രോസസ്ഡ് മീറ്റുകളാണല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്രൂപ്പ് 1 കാർസിനോജനിലാണ്. റെഡ് മീറ്റ് ഗ്രൂപ്പ് 2A വരുന്നത്. അപ്പം പണ്ടൊക്കെ നമ്മൾ ഒത്തിരി സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഒരു 10 സ്റ്റഡി നോക്കുകയാണെങ്കിൽ 8 ഒക്കെ ഉണ്ടാക്കും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലല്ലേ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കും. അത് പ്രോസ്റ്റേറ്റ്, ബ്രസ്റ്റ്, കോളന്, പാൻക്രിയാസ്, ഓവറി, ഇതൊക്കെയാണ് ആ ഗ്രൂപ്പിൽ പെടുന്നത്. ഫുഡ് റിലേഷനിൽ കൂടുതൽ വരുന്നത്. ഈ ബ്രാക്ക ഇങ്ങനത്തുള്ള ജനറ്റിക് മ്യൂട്ടേഷനിൽ കൂടുതൽ വരുന്നത്. അപ്പം ഇത്ര നമ്മൾ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ, ഈ 10 സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ 8 ഇതിനെ ഫേവർ ചെയ്യും, 2 ഇതില്ല എന്ന് പറയും. അപ്പം നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുറച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അപ്പം അതുകൊണ്ട് നമ്മൾ അത് ഒരു ബാലൻസ് ആയിട്ട് പോവുക. ഇപ്പം റെഡ് മീറ്റ് തന്നെ കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം, പക്ഷെ അതിൻ്റെ കുക്കിങ്ങിന് ചില വ്യത്യാസം വരുത്തുക. ഇതുപോലെ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കുക, പിന്നെ അങ്ങനത്തെ ഒരു സ്ലോ ഫ്രൈ ചെയ്യുക. അങ്ങനെ ഇപ്പം ഇത്ര കഴിക്കാൻ ഇത്ര ഒരു എമൗണ്ട് ഉണ്ട്, ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ അവോയ്ഡ് ചെയ്യുന്നത് കുറച്ച് നല്ലതാണ്, അതേ ഉള്ളൂ. അത് അപ്പോൾ ആ മിത രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് പോവുക. അതേപോലെ ഞാൻ ചോദിച്ചത് വയേർഡ് ബ്രാസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ വയേർഡ് ബ്രാ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിങ്ങനെ കംപ്രസ്ഡ് ആയിട്ടും നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് ബ്രസ്റ്റിന് നല്ലതല്ല എന്നൊക്കെ പറയുന്നതിനകത്ത് അത് ഞാൻ അങ്ങനെ കംപ്രസ് അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോൾ അത് യൂസ് എന്നുള്ളത് നമുക്ക് അഡ്വൈസബിൾ ആണോ? ആക്ച്വലി കംപ്രസ്ഡ് ആയിട്ട് എപ്പോഴും നമുക്കൊരു അത് ബ്രസ്റ്റിന് ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. അത് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. പൊതുവെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടീനേജേഴ്സിന് അത് അഡ്വൈസബിൾ അല്ല, കുറച്ചും കൂടെ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ലോജിക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അത്ര അഡ്വൈസബിൾ ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരുപാട് കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന യൂസ് ചെയ്യുന്നത്, ഒരുപാട് ടൈറ്റ്. പിന്നെ ചിലരിപ്പം മാസ്റ്റാൾജിയ, ഇപ്പം നമ്മൾക്കൊരു കണ്ടീഷൻ ഉണ്ടല്ലോ ബ്രസ്റ്റിൽ, ഈ പ്രീമെൻസ്ട്രൽ ബ്രസ്റ്റ് പെയിൻ ഒക്കെ. അപ്പം അതിനൊക്കെ നമ്മൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ടൈറ്റ് ബ്രാ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ടൈറ്റ് അല്ലെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള, അപ്പം ഒരുപാട് കംപ്രഷൻ ഇല്ലാത്ത ഒരു സപ്പോർട്ടുള്ള ബ്രാ ടൈറ്റ് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പം ഒന്ന് നമുക്ക് ചെയ്യാനുള്ളത് മാമോഗ്രാം കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലത്തെ ആ ഏജിൽ നമ്മൾ കറക്റ്റായിട്ട് പോയി നോക്കുക. പിന്നെ സെൽഫ് ഡയഗ്നൈസ് ചെയ്യുക. നമ്മൾ ഇൻ ബിറ്റ്വീനുള്ള ഈ മമോഗ്രാം തന്നെ നമുക്ക് ഇയർലി അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മൾ നോക്കുന്നത് സെൽഫ് എക്സാമിനേഷനും. ഓക്കെ.
ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ലംപ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലംബ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പോകണം. അത് പോണം. ചിലപ്പം അത് ഓക്കെ. ക്യാൻസർ മുഴ ആവണമെന്നില്ല. ഇപ്പം ഇല്ല. ഏജ് അനുസരിച്ച് വ്യത്യാസം മാറ്റം വരാം. വരാം. അതുപോലെ തന്നെ ഇപ്പം ഈ 40 വയസ്സ് കഴിഞ്ഞാലും അത് ക്യാൻസർ മുഴ ആണെന്ന് തന്നെ ഉം. നമുക്ക് 100% ആണെന്നില്ല. ഉം. അത് ഇത് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത സിസ്റ്റുകളുണ്ട് ഉം. ബ്രസ്റ്റിൽ വരുന്നത്. ഉം. അതുപോലെ തന്നെ ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞാൽ ഉം. നോർമലായിട്ടുള്ള ഈ ബിനൈൻ കണ്ടീഷൻ ഇന്നൊസെൻ്റ് ആയിട്ടുള്ള മുഴ വേണേലും വരാം. ഉം. കുട്ടികൾ 30 ഇയേഴ്സിൽ വരെയാണ് അത് കൂടുതലായിട്ട് വരുന്നത്. എന്നാലും ചിലപ്പോൾ അല്ലാതെയും വരാം. ഓക്കെ. അപ്പോൾ ഈ ഒരു മുഴ കണ്ടാൽ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തിട്ട് ഉം. അതിന് പറയുന്നത് ട്രിപ്പിൾ അസസ്മെൻ്റ് എന്നാണ് ഈ ഉം. ഇതിനെല്ലാം അതിൻ്റെ ഒരു ഇവാലുവേഷന് പറയുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളൊരു ഹിസ്റ്ററി എടുക്കുക. ഇപ്പം ഈ ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെ നോക്കിയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇത് പെട്ടെന്നുണ്ടായതാണോ അതോ പണ്ടേ ഉള്ളതാണോ? ഇപ്പോൾ പെട്ടെന്നുണ്ടായതാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരു സസ്പീഷൻ വരും. അങ്ങനെ ഹിസ്റ്ററി പിന്നെ എക്സാമിനേഷൻ ചെല്ലുമ്പോൾ ഫൈബ്രോയിഡിനൊക്കെയാണെങ്കിൽ നമ്മൾ ഒരിടത്ത് തൊട്ടാൽ അത് ഒരു സൈഡിലാണ് മറ്റേ സൈഡിലേക്ക് ഓടിപ്പോവും. മൗസ് ഇൻ ദ ബ്രസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊരു എന്താണ് ഒരു ഇത് കിട്ടും. നമുക്ക് ഒരു അസസ്മെൻ്റ് കിട്ടും അത് ഏത് തരത്തിലുള്ള മുഴയാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെസ്റ്റുകൾക്ക് പോകുന്നത് മമ്മോഗ്രാമും അൾട്രാസൗണ്ടും റേഡിയോളജി ഇമേജിങ് ഇൻവെസ്റ്റിഗേഷൻസ്. പിന്നാണ് നമ്മൾ പത്തോളജി ഈ ബയോപ്സി ചെയ്യുന്നത്. ഒന്നിൽ FNAC ഫൈൻ നീഡിൽ ബയോപ്സി അല്ലെ കോർ നീഡിൽ ബയോപ്സി. ഇപ്പോൾ ഫൈൻ നീഡിൽ ബയോപ്സി അത്ര റെക്കമെൻഡഡ് അല്ല. കോർ നീഡിൽ ബയോപ്സി ആണ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. അപ്പോൾ ഇത് മൂന്നും ചെയ്യുകയാണെങ്കിൽ 99% മുഴകളും നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലാവും. ക്യാൻസർ ആണോ അല്ലയോ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു 1% ചിലപ്പോൾ നമുക്കത് ചിലപ്പോൾ അതിനകത്തൂടെ ഇത് പോയില്ല എന്ന് വരും. പലതരത്തിലുള്ള നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പോൾ ഇമ്മീഡിയറ്റ് ടെസ്റ്റ് വിടാം. ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ആ സർജറി അപ്പം തന്നെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിടാം. ഫ്രോസൺ എന്ന് പറയാം അതിന്. അപ്പം ഒരു മണിക്കൂറിനകം ഹാഫ് ടു 1 അവറിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അപ്പം നമ്മൾ രണ്ടാമതൊരു സർജറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവരത് പത്തോളജിസ്റ്റ് അത് തരും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ആ സമയം ടെസ്റ്റ് ചെയ്യാം. പ്രീ ആയിട്ട് ഉള്ളതാണ് നമുക്ക് എപ്പോഴും നല്ലത്. പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഇപ്പോൾ സെൻറ്റിനൽ നോഡെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നൂതന ചികിത്സയൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഗ്ലാൻഡുകളെല്ലാം എടുക്കുമായിരുന്നല്ലോ ചെയ്തിരുന്ന കഷത്തിലെ. ഇപ്പം നമുക്ക് കുറേ വർഷങ്ങളായി, നൂതനം എന്ന് പറഞ്ഞാൽ ഒരു 5 years കൂടുതലായി നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് തന്നെ. അപ്പം ബ്രസ്റ്റിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അത് കഷത്തിലേക്ക് എവിടെയാണ് പോകുന്നതെന്ന് നോക്കും. അത് വേണമെങ്കിൽ നമുക്ക് കളേർഡ് ആയിട്ടുള്ള കൊടുക്കാം. ഇൻഡോസൈൻ ഗ്രീൻ ഉണ്ട്. അതും ഈ റേഡിയോ ആക്റ്റീവ് ഇതുമാണ് സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ, സാധാരണ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലേതാണ് എവിടെയാണ് ഒന്ന് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബുണ്ട്. മറ്റേത് ഈ സ്പെഷ്യൽ ക്യാമറ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കളർ കണ്ടുപിടിക്കും. അപ്പോൾ അവിടുന്ന് ആ ഗ്ലാൻഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും, ഇതുപോലെ ഫ്രോസണ്. അപ്പോൾ ആ ഗ്ലാൻഡിൽ അഫക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ ബാക്കിയുള്ള ഗ്ലാൻഡുകൾ മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ 2 or 3 ഗ്ലാൻഡുകൾ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഫോൾസ് നെഗറ്റിവിറ്റി കുറയ്ക്കാൻ പറ്റും. ഈ ഫോൾസായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഗ്ലാൻഡ് അവിടെ ഉണ്ടാകും, അത് ചിലപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല എന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ നെഗറ്റിവിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 or 3 ഗ്ലാൻഡുകൾ എടുത്തു കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അതുപോലെ തന്നെ നമുക്കിപ്പം ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചാലും അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എർലി ക്യാൻസർ, കഷത്തിൽ ഗ്ലാൻഡ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതാണ് എർലി ഡിറ്റക്ഷൻ്റെ അനദർ അഡ്വാൻറ്റേജ്. ഒന്ന് നമുക്ക് ബ്രസ്റ്റ് എടുക്കണ്ട. ഇപ്പോൾ പ്രീ ക്യാൻസറസ് പറഞ്ഞാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ ആ ഭാഗം മാത്രം എടുത്താൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ലല്ലോ, സർജറി മാത്രം മതി. പിന്നെ പ്രീ ക്യാൻസേഴ്സിന് നമുക്ക് ചിലപ്പം ഈ ഗ്ലാൻഡ് ഈ സെൻറ്റിനലിനോട് തന്നെ ചെയ്യേണ്ട വലിയ അത്യാവശ്യമില്ല. അത് ഹൈഗ്രേഡ് ഒക്കെ ആണെങ്കിൽ മാത്രം മതി, ഹൈഗ്രേഡ് പ്രീ ക്യാൻസർ ആണെങ്കിൽ. അല്ലെങ്കിൽ എർലി ക്യാൻസറിനാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് സെൻട്രലിനോട്. അപ്പം നമുക്ക് കയ്യിലൊരു ഇത് നീരോ വേദനയോ കൈ റെസ്ട്രിക്ഷനോ ഒന്നും വരത്തില്ല സെൻട്രലിനോട് ചെയ്യുവാണെങ്കിൽ. അപ്പം ഇതിനെല്ലാം നമുക്ക് ഇത് എർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യണം. അതാണ് എത്രയും പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന അത്രയും എഫക്റ്റീവ് ആയിരിക്കും, നമുക്ക് റിസൾട്ടും കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും വേറെന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധരായ ഡോക്ടറിനെ കാണണം എന്നുള്ളതാണ്.
ഓക്കെ. എല്ലാം പറയുമല്ലോ, വെച്ചിരിക്കുമ്പോഴാണ് അത് വലുതായി വലുതായി അവസാനം നമുക്ക് ഒന്നും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്ന് പറയണത്. ചിലപ്പോൾ ഇപ്പോ നമ്മൾ നോക്കുമ്പോഴും നമ്മൾക്ക് വിചാരം ചിലപ്പോൾ അല്ല എന്ന് വിചാരം ഉണ്ടായിരിക്കും. പക്ഷെ അത് മാത്രം കൊണ്ട് നമ്മൾ ഇതില്ല നോക്കിയിട്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടരുത്. ഒരു മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ചെയ്തിട്ടേ നമുക്കത് ആ കൺക്ലൂഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. പൂർത്തിയാക്കാവൂ. ചിലർക്ക് പേടി കാരണം എന്ത് വന്നാലും അയ്യോ ഇത് അതാണോ അതാണോ അതാണ് എന്നുള്ളൊരു അതാണ്. പേടി ചിലർക്ക് വരും. ചില ആൾക്കാർ ഇപ്പൊ ഡോക്ടർ അല്ല പറഞ്ഞ പോലെ എല്ലാത്തിനും അത് നെഗ്ലക്ട് ചെയ്യും. ഏത് അസുഖത്തിനും നമുക്ക് പേടിയുണ്ടല്ലോ. അതെ. പക്ഷെ അതപ്പം എന്താണ് അതങ്ങനെ നമ്മൾ ആ വിചാരം അതിൽ വന്നേലേ ഇതുള്ളൂ. ഇതിപ്പം നമ്മൾ എന്താണ് പണ്ടുള്ള ആൾക്കാർ വല്ലോ സൂചി കൊണ്ട് എടുക്കേണ്ടത് തുമ്പ തുമ്മൽ. കൊണ്ടെടുത്താൽ അതെ. അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഫലം അത്രയ്ക്കും ഉം. കുറവാണ്. അത്രയ്ക്കും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും വേണ്ടി വരുമല്ലോ. ഓക്കെ. ഇന്നത്തെ ഇപ്പം ഡോക്ടർ പറഞ്ഞ സയൻസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇന്നിപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക പോലും വേണ്ട എന്ന്. അത് ഏകദേശം ഒരു തേർഡ് സ്റ്റേജിലുള്ളത് ഇപ്പം ഓരോ സ്റ്റേജസ് പറയുമല്ലോ. ഫോർത്ത് സ്റ്റേജിലുള്ള കേസസ് നമ്മൾ ഈ ഒക്കെ ബ്രസ്റ്റ് ആണെങ്കിലും അല്ല ബ്രസ്റ്റിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രസ്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എർലി ബ്രസ്റ്റ് ക്യാൻസർ, ലോക്കലി അഡ്വാൻസ് ബ്രസ്റ്റ് ക്യാൻസർ, മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ. 3 ഇതിൻ്റെ ആയിട്ടാണ്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഫോർ സ്റ്റേജസ് ആണ്. ഈ ഓക്കെ. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇങ്ങനെയാണ് 3 ഡിവൈഡ് ആയിട്ടാണ്. ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എർലി ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമുക്ക് ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. എർലി മനസ്സിലായി. ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം ഇത് ലോക്കലി അഡ്വാൻസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം മിക്കവാറും ഒക്കെ എർലിയിലും ചിലപ്പം ചില കണ്ടീഷൻസിൽ കൊടുക്കാറുണ്ട്. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്നത്, HER2 പോസിറ്റീവ് ആയിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ കീമോതെറപ്പി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് ചിലപ്പം പോകും. അത് ഓരോ കേസ് ടു കേസ്. കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. ടൈലേർഡ് ഓർ ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ ലോക്കലി അഡ്വാൻസ് ആണ് നമ്മൾ എപ്പോഴും കീമോതെറപ്പി കൊടുത്തിട്ട് തന്നെയാണ് ഇത് സർജറിക്ക് പോകുന്നത്. അപ്പോൾ അതൊരു റിമൂവ് അപ്പം ചെയ്യേണ്ടി വരും. അപ്പം മിക്കവാറും നമ്മൾ ഈ ലോക്കലി അഡ്വാൻസ് എന്ന് പറയുമ്പം ചിലപ്പം മുഴ മാത്രം കൊണ്ട് സൈസ് മാത്രം കൊണ്ട് ചിലപ്പോൾ അഡ്വാൻസ് എന്ന് ഇങ്ങനെ ആ ഒരു കാറ്റഗറിയിലേക്ക് സൈസ് മാത്രം കൊണ്ടാണ് വന്നതെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സൈസ് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ ബ്രസ്റ്റിൻ്റെ നീര് വന്നു, അപ്പം കഷത്തിൽ ഒരുപാട് കഴലുകളുണ്ട്, അങ്ങനെയൊക്കെ ബ്രസ്റ്റിൻ്റെ കൂടുതൽ പാർട്ട് അഫക്റ്റഡ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് കേസ് ടു കേസ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ ഇനീഷ്യൽ അപ്പിയറൻസ് എങ്ങനെയാണ്, പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നനുസരിച്ചാണ്. ഇപ്പം പിന്നെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന അങ്ങനത്തെ കണ്ടീഷൻസിൽ വന്നിരിക്കുന്ന ഓങ്കോപ്ലാസ്റ്റിക് സർജറി. ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ ഈ ചെറിയ ഒരു ട്യൂമർ എടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രസ്റ്റ് കോസ്മെറ്റിസിസ് ഉണ്ടാവുമല്ലോ. വലിയ ട്യൂമറാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല കോസ്മെസിസ്, കൂടുതൽ ബ്രസ്റ്റ് ടിഷ്യൂ എടുത്ത് കളഞ്ഞാൽ. ഇപ്പം അതിന് പകരം ഈവൻ കൂടുതൽ ഏരിയ എടുത്താലും നമുക്ക് ആ ഏരിയയിൽ നിന്ന് തന്നെ ഇതിനെ ഒരു ഫാറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇതിനെ ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കുന്ന രീതിയിൽ ബ്രസ്റ്റ് പോലെ പഴയ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇപ്പം പുറത്തെ വളരെയധികം കോമൺ ആയോ? വളരെയധികം കോമൺ ആണ് ഓങ്കോപ്ലാസ്റ്റിക്. അപ്പം കൂടുതൽ വലിയ മുഴകളോ ഇതുപോലെ നമുക്ക് ഇച്ചിരി ആ ഭാഗം ഇച്ചിരി നീരൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഈ രീതി കൂടുതൽ എടുത്തിട്ട് അവിടെ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചിട്ട് റീകൺസ്ട്രക്ഷൻ ചെയ്താൽ മതി. അതാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി. പിന്നെ ഫുൾ എടുക്കുന്നവർക്ക് റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അബ്ഡോമിനിൽ നിന്ന് പുറകിൽ നിന്നുള്ള മസിൽ, അല്ലെങ്കിൽ ഇനി പുറത്തൊക്കെയാണ് കൂടുതലും ഈ ഇംപ്ലാന്റും സിലിക്കോൺ ഇംപ്ലാന്റൊക്കെ കൂടുതൽ. നമ്മളൊക്കെ കൂടുതൽ ശരീരത്ത് ഭാഗത്തുനിന്ന് എടുത്ത് വെക്കുന്നതാണ് കൂടുതൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ റേഡിയേഷനൊക്കെ വരുമ്പോൾ റേഡിയേഷനൊക്കെ വേണ്ടവർക്ക് അത് ഇച്ചിരി ഇമ്മീഡിയറ്റ് വെച്ചാൽ ഇത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് സെക്കൻഡ് 2 സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ പ്രോസ്തസിസ് ഒക്കെ വെക്കാറുണ്ട്. നേരത്തെ മുതലേ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മുതൽ പ്രഗ്നൻസിയുടെ ആ സമയത്തൊക്കെ ഡോക്ടേഴ്സ് എപ്പോഴും പറയും മാക്സിമം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ അവയർനെസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതും ഒരു കാരണമായിട്ട് തന്നെയാണ്. കാരണം ലേറ്റർ ഓൺ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണെന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോണിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ അത്രയും നാൾ സ്ത്രീ ഹോർമോൺ അതിൽ ആക്ട് ചെയ്യത്തില്ലോ. ഇത് വരുന്ന പ്രൊലാക്റ്റിൻ പറഞ്ഞ ഒരു ഹോർമോണാണ് ഇത് വരുന്നത്. അത് ഈ ഈസ്ട്രോജൻ്റെ അളവിനെ കംപ്ലീറ്റ്ലി അങ്ങ് കുറച്ച് കളയും ആ പീരീഡിൽ. അതാണ് അതിന് പ്രൊട്ടക്ഷൻ വരുന്നത്. പക്ഷേ അത് ബ്രസ്റ്റ് ഫീഡ് എന്നാൽ ഒരുപാട് കുട്ടികളുള്ളവർക്കും ഒരുപാട് നാൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തവർക്കൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഇതിന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ പ്രിവെൻഷനിൽ വരുന്ന കാരണങ്ങൾ സാധ്യത കുറയ്ക്കും. ഇതിൻ്റെ എല്ലാം സാധ്യത കുറയ്ക്കും. ഈവൻ നമ്മളിപ്പം ഈ ജനറ്റിക് പറയുമ്പോഴും ഈ ജനറ്റിക് വ്യതിയാനം ഉള്ളവർക്കെല്ലാം ക്യാൻസർ വരുന്നില്ല.
ഇപ്പം നമ്മൾ ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് 2 പാട്ട്, ഒരു ജീനിന് 2 പാട്ടാണല്ലോ. അതിലൊന്നേ നമുക്ക് കിട്ടുന്നുള്ളൂ, ഒരു സൈഡിൽ നിന്നൊന്ന്. ഈ മറ്റേ സൈഡിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ഇല്ല, ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഒന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബാക്കി വേറൊരു പാട്ട് നമ്മുടെ ലൈഫിൽ അത് മ്യൂട്ടേറ്റഡ് ആയെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു എന്നനുസരിച്ച് അത് വ്യതിയാനം വന്നെങ്കിൽ നമുക്ക് വരുള്ളൂ ക്യാൻസർ. അപ്പൊ അതുകൊണ്ടാണ് ഈ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഒക്കെ ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട് മ്യൂട്ടേറ്റ് ചെയ്യാം. അങ്ങനെയാണ് സാധാരണ വരുന്നത്. നേരത്തെ ഒന്നും പാരമ്പര്യമൊന്നും അല്ലാതെ നമ്മൾ അല്ലാതെ വ്യതിയാനം വരുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അതിപ്പോ അതിന്റെ ടെസ്റ്റുകളൊന്നും ഇപ്പം നമ്മൾ ഒരുപാട് അങ്ങ് പോകുന്നില്ല. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് സാധാരണ ട്യൂമറിലാണ് അത് ചെയ്യുന്നത്. പിന്നെ ചിലപ്പം ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്, മ്യൂട്ടേറ്റഡ് ആണോ എന്നറിയാനായിട്ട്. സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയാതെ. ഓക്കെ. അതേപോലെ ഇൻടേക്കിംഗ് ഓഫ് കോൺട്രാസെപ്റ്റീവ് പില്ലാണെങ്കിലും പിന്നെ പ്രഗ്നൻസി കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സും ഉണ്ടല്ലോ ഇന്നിപ്പം. സർജിക്കൽ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. സോ അതൊക്കെ എത്രത്തോളം അതും ഒക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മൾ കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ക്യാൻസർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. കമ്പൈൻഡ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടെ ഉള്ള ഈസ്ട്രോജൻ ഇപ്പോഴും അധികം മാറ്റം വന്നിട്ടില്ല. ഇപ്പം പ്രൊജസ്ട്രോൺ പക്ഷേ ന്യൂവർ ജനറേഷൻസ് ഇതുണ്ടാക്കുന്ന കുറവാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ന്യൂവർ ജനറേഷൻ പില്ലിന് കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ ഏറ്റവും മിനിമം കാലം അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളത് അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാവൂ. ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഇത് ഉപയോഗിക്കുക. ഈവൻ ന്യൂവർ ജനറേഷൻ ആണെങ്കിൽ നമ്മൾ കുറഞ്ഞ കാലയളവിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വേറെ മെത്തേഡുകൾ പ്രത്യേകിച്ച് ഒന്നെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് വേറെ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പീരീഡിൽ ഇതിനൊക്കെ ഒരു ചെറിയ റിസ്ക്, പിന്നെ ആർക്കാണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഏറ്റവും ചെറിയ കാലയളവിൽ അത് ഉപയോഗിക്കുക. ഈവൻ ഈ ഇൻഡക്ഷൻ ഓഫ് ഇതൊക്കെ ഉണ്ടല്ലോ ഫെർട്ടിലിറ്റി ഉള്ളവർക്ക്, അതൊക്കെ തന്നെ ഒരുപാട് നമ്മൾ ചെയ്യരുത്. ഒരുപാട് പ്രാവശ്യം സൈക്കിൾസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നീട് ഈ ഹോർമോൺ റിപ്ലേസ്മെന്റ് തെറപ്പി ഉണ്ടല്ലോ, ഈ ആർത്തവവിരാമത്തിൽ ഉണ്ടാക്കുന്നത്, നമ്മളെ സിംറ്റംസ് കുറയ്ക്കാനായിട്ട്. പുകച്ചിൽ എന്നൊക്കെ ആൾക്കാർക്ക് വിയർപ്പ് പുകച്ചിൽ എന്നൊക്കെ ഒത്തിരി പേര് എടുക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരെ ഇത് അവരാണേലും കുറഞ്ഞ കാലയളവിൽ ഉപയോഗിക്കണം. ഈസ്ട്രജൻ എലോൺ പില്ല്, ലോ ഡോസ് ആയിട്ടുള്ള ഈസ്ട്രജൻ പില്ല് മാത്രമേ യൂസ് ചെയ്യാവൂ. എപ്പോഴും ഈ ടാബ്ലറ്റ് ആണെങ്കിലും അമിതമാവുമ്പോൾ അത് വളരെ കോഷ്യസ് ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യാവൂ. ഇതിപ്പോൾ ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ചത് തന്നെ അങ്ങനെയാണ്. ആദ്യം ഈ ഈസ്ട്രജനൊക്കെ വന്നപ്പം ആൾക്കാർ എന്താണ് അന്നതിന് ഫെമിനൈൻ കീപ്പപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് കണ്ടുപിടിച്ചോണ്ട് എല്ലാവരും എടുക്കാൻ തുടങ്ങി. ഈ ഈസ്ട്രജൻ പില്ല് കണ്ടുപിടിച്ച കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് വർഷങ്ങളായി കാണും, 10-50 കൂടുതൽ വർഷമായി കാണും. അങ്ങനെ വന്നപ്പോഴാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇങ്ങനെ കൂടി വന്നു തുടങ്ങിയത്. അതാണ് അന്ന് ഈ പിന്നെ സ്റ്റഡി ചെയ്തു. വുമൻസ് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിലൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടത്. ഹോർമോൺ പിൽസ് ഇതുണ്ടാക്കുന്നു എന്ന് കണ്ടത്. പ്രത്യേകിച്ച് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അവരുടെ സ്റ്റഡിയിൽ ഇവൻ പ്രൊജസ്ട്രോണും ഇത് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ എല്ലാം നമ്മൾ ഇത് ഒരു വളരെ കോഷ്യസ് ആയിരിക്കണം. ഇപ്പം ഇത് ട്രീറ്റ്മെന്റ് എടുക്കാനേ പാടില്ല അങ്ങനില്ല, മനസ്സിലായി. പക്ഷെ അത് എപ്പോഴും നമ്മളൊരു ബാലൻസ് ചെയ്ത് സേഫ് സൈഡിൽ എപ്പോഴും നിൽക്കാൻ നോക്കണം. മോഡറേറ്റ് ആയിട്ട് എല്ലാം ചെയ്യാം. അതുപോലെ ഒരു മെഡിക്കൽ ഒരാളുടെ ഒരു ഒപ്പീനിയൻ എടുത്ത് കറക്റ്റ് ആയിട്ട് ഡയഗ്നൈസ് ചെയ്ത് തന്നെ പോവാന്നുള്ളതേ ഉള്ളൂ. നമുക്കൊന്നിനും ഇതിനകത്ത് ഇതേപോലെ ഒരാൾക്ക് വരുള്ളൂ എന്ന് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ കേസ് ടു കേസ് ഇല്ലാത്തവർക്കാണ് വരുന്നത്. അപ്പൊ അവര് ചോദിക്കുന്നു എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ പീരിയഡ്സ് ടൈമിൽ ഓവർ ബ്ലീഡിങ് വരുന്നവർക്ക് ലേറ്റർ ഓൺ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലെന്നോ, അല്ലെങ്കിൽ ലെസ് ബ്ലീഡിങ് വരുന്നവർക്ക് അത് നല്ലതല്ല, അത് അങ്ങനെയുള്ളവർക്ക് ലേറ്റർ ഓൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. ലെസ് ബ്ലീഡിങ് ആണെങ്കിൽ നമുക്കതിന് വലിയ പ്രോബ്ലം ഇല്ല. ലെസ് ബ്ലീഡിങ്ങിന് ഇപ്പം നമുക്ക് പത്തോളജീസ് ഇങ്ങനെ ക്യാൻസറുകൾ അങ്ങനെ ഇതില്ല. പിന്നെ പോളിസിസ്റ്റിക് ഓവറി ആണോ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരുന്നാൽ മതി. അതിന് സ്കാൻഡി ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാതെ വരാമല്ലോ, അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. പക്ഷേ റെഗുലറായിട്ട് അത് അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. എന്തായാലും ഇതുണ്ടോ എന്നുള്ളത്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരുന്നു. പിന്നെ തൈറോയ്ഡ് ഡിസോർഡേഴ്സിനൊക്കെ അങ്ങനെ വരാം. പക്ഷേ ഓവർ ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം പെട്ടെന്ന് ഒരാൾക്ക് ഓവർ ബ്ലീഡിങ് വരുവാണ്, ഇത്രയും നാളും നോർമൽ ബ്ലീഡിങ് ഉള്ളവർക്ക് ഓവർ ബ്ലീഡിങ് വരികയാണെങ്കിൽ നമ്മളെപ്പോഴും സ്കാൻ ചെയ്യണം.
അതെന്തെങ്കിലും ഒരു ബയോപ്സി വേണമെങ്കിൽ OP ആയിട്ടൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ബയോപ്സി എടുത്ത് നോക്കണം. ഓ ഇപ്പം ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിൽ ആ അതിൻ്റെ അനുസരിച്ചുള്ള എന്തെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് ഉം ആ മാസം അത് വരുമ്പോൾ മാത്രം ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ് കൊടുക്കാം. ഓക്കെ പിന്നെ ഇൻസൈഡിലിടുന്ന കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് യൂട്രസിൻ്റെ ഇൻസൈഡിലേക്ക് ഇടുന്ന ഉം കോപ്പർട്ടി ഈ പോലുള്ള കോപ്പർട്ടി ഹോർമോൺ ഉണ്ടല്ലോ യാ ഹോർമോണൽ ഇതുണ്ട്, ആ ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് ഉണ്ട്. ആ അതും ഇടാം. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് കാലം അത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. നല്ലതല്ല പക്ഷെ ഇത് ഇടുമ്പോഴും എല്ലാ വർഷവും മാമോഗ്രാം ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു മാമോഗ്രാമോ ഓ അൾട്രാസൗണ്ടോ ബ്രസ്റ്റിൻ്റെ സ്കാനിങ്ങുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. ഇടുന്നതിന് എനിക്ക് മുമ്പ് ഇടണം. പരിചയമുള്ള ഒരാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സെയിം പ്രൊസീജിയർ ചെയ്തു. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഉം, ഉം, അവസാനം അത് റിമൂവ് ചെയ്തു. ഉം, കാരണം ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ബോഡി അഡാപ്റ്റ് ചെയ്തില്ല. കുറേ അങ്ങനെ ഉണ്ടാകാം. പ്രോബ്ലംസ് അത് വന്നു. പിന്നെ യാ എക്സ്പെല്ലൊക്കെ ചെയ്യാം ആ ബോഡി അഡാപ്റ്റ് ചെയ്യാതെ. യാ പക്ഷേ എങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് നാളത്തേക്ക് ആ ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള പീരീഡിലേക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉം. അപ്പം അത് ഒറിജിനൽ ഇച്ചിരി കൂടെ ന്യൂവറായിട്ടുള്ള ഒരു മെഡിസിനാണ് അത്. ഓ ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഏതാണെങ്കിലും നമ്മൾ ഈ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധ വേണം എപ്പോഴും. കീനായിട്ട് നമ്മളൊന്ന് എപ്പോഴും ശ്രദ്ധിച്ച് അതെ അതെ അതെ. പ്രോപ്പറായിട്ട് നമ്മളതൊരു ഫോളോ അപ്സും പ്രോപ്പറായിട്ടുള്ളൊരു ഫോളോ അപ്പ് ശരി. പിന്നെ ഇടേണ്ട ആവശ്യമുണ്ടോ, ആ നമ്മൾക്കിത് ലോങ് ടൈമായിട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇടാതിരിക്കുക തന്നെയാണ് നല്ലത് ഓക്കെ ലോങ് ടൈമായിട്ട്. ഓക്കെ. ഇപ്പം പറയുന്നുണ്ട് എന്താ പാഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇന്നിപ്പോൾ എല്ലാവരും നമ്മുടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കപ്സും പറയുന്നുണ്ടല്ലോ. അത് എത്രത്തോളം സേഫ് ആയിട്ടാണ് ഡോക്ടർക്ക് തോന്നുന്നത്? അത് അങ്ങനത്തെ സേഫ് അല്ലാന്ന് സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല ആ അതിൻ്റെ. ഓക്കെ. അപ്പോൾ അത് അഡ്വൈസബിൾ ആണ് അത് അല്ലേ? അഡ്വൈസബിൾ ആണ്, അതും അല്ലാന്ന് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അത് കൂടുതലും അതുകൊണ്ട് പറയുന്നത് യങ്സ്റ്റേഴ്സിന് ഇതല്ല അല്ലേ, അഡ്വൈസബിൾ അല്ലല്ലോ. യങ്സ്റ്റേഴ്സിൻ്റെ പക്ഷേ അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് അത് ആ സൂട്ടബിൾ സൂട്ടബിൾ അല്ലായിരിക്കും. അല്ല. ഉം, ഉം. അല്ലാത്തവർക്ക് യൂസ് ആ ചെയ്യുന്നതുകൊണ്ട് മെഡിക്കലി അത് മെഡിക്കലി തെറ്റൊന്നുമില്ല. അതങ്ങനൊന്നുമില്ല. പിന്നെ പൊതുവെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മിത്ത് അങ്ങനെ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഇത് വന്നപ്പം ഈസ്ട്രജൻ്റെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി നാൾ കഴിഞ്ഞാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷെ അങ്ങനത്തതൊന്നും ഇതിനില്ല, ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഓക്കെ. ഇത്രയും കുറച്ച് 4-5 വർഷം ആയല്ലോ അതെ എല്ലാവരും അതിൻ്റെ അതെ. അതിലും കൂടുതലായല്ലോ. ഒരുപാട് നല്ല ഉം, സക്സസ്ഫുൾ ഉം. ആയിട്ട് ഓരോരുത്തരും അതെ യൂസ് അതെ ചെയ്യുന്നവർ എല്ലാവരും. വളരെ ഹാപ്പിയാണ്. വേറെ സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നും അതെ അതെ പറയുന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു ഫീഡ്ബാക്കിലൂടെയാണ് അതെ അത് അതെ അതെ. പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ ആയിട്ട് കേൾക്കുന്ന എന്തെങ്കിലും മിത്ത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ബ്രസ്റ്റ് ക്യാൻസർ വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഡോക്ടർ തന്നെ ഇപ്പം എത്രയോ പേഷ്യൻസിൻ്റെ ഓരോന്നും കാണുന്നുണ്ട്. ഇല്ല, മൊബൈലിനെ കുറിച്ചൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഉണ്ടോ? മൊബൈൽ അത് നമ്മൾ മൊബൈൽ ശരിക്കും പക്ഷേ പില്ലോയുടെ അടിയിൽ മൊബൈൽ വെച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ ചെസ്റ്റിന്റെ സൈഡിലായിട്ട് നമ്മൾ അല്ല, കിടക്കുമ്പോൾ തന്നെ. കഴിയുന്നത് നമ്മൾ ദൂരെ വെക്കുക. പക്ഷേ മൊബൈലിൻ്റെ ഉപയോഗം അനുസരിച്ച് ക്യാൻസറിൻ്റെ റേറ്റ് കൂടിയിട്ടില്ല. അതൊരു ഫാക്ടറല്ലേ. 1, 2, 3 മൊബൈലാണ് ഓരോരുത്തരുടെ കയ്യിൽ. ഓക്കെ അങ്ങനെയുള്ള അപ്പോൾ അതിനാണെങ്കിൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഒരുപാട് കൂടണമല്ലോ. ഓക്കെ പിന്നെ ആ ഒരു ഫ്രീക്വൻസി അയോണൈസിങ് റേഡിയേഷൻ അല്ല അതിൽ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. ആ വേവ്സ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് അതിന് ഒരു ഹൈ ഇത് വരുന്നതായിട്ടൊന്നും നമ്മളിപ്പോൾ വരുന്നില്ല. വരുന്ന പ്രൂവ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ആൾക്കാരെ കാണുവാണല്ലോ. ഉം. ഇത് എല്ലാവരും ഞാൻ പറഞ്ഞ ഒരുപാട് മൊബൈൽ ഓരോരുത്തരുടെ കയ്യിൽ തന്നെ കാണും. അതെ. ചിലർക്കൊരു അത്രയ്ക്ക് ചെറുപറ ഹാബിറ്റുമാണ് ഉറങ്ങുമ്പോൾ പില്ലോയുടെ അതെ. അടിയിൽ മൊബൈൽ വെച്ചിട്ട് കിടക്കുക അത് എന്നുള്ളതും. പിന്നെ വേറെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഉള്ളതുകൊണ്ട് അത് ഇത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. ഓക്കെ. പക്ഷെ അങ്ങനെ വെക്കുന്നത് കൊണ്ട് ചാർജ് കാര്യം. ചെയ്യുന്നതിന് അങ്ങനെ ഇത് കഴിയുന്നതും ശരീരത്തിൽ നിന്ന് മാറ്റി വെക്കാൻ തന്നെയാണ് അഡ്വൈസബിൾ ബിക്കോസ് പറയുന്നത്. റേഡിയേഷൻ അപ്പം അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഒന്നും ക്യാൻസറിൻ്റെ റേറ്റ് കൂടിയിട്ടില്ല ഈ കൂടിയിട്ടില്ല. brain. അപ്പം അതൊരു എന്തോ ഒരു തെറ്റിദ്ധാരണയായിട്ട് അതങ്ങനെ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പേടി കേൾക്കുന്നുണ്ട്. അല്ലേ, അതങ്ങനെ നിൽക്കുന്നു അവിടെ. പിന്നെ ഓക്കെ. ഇതുപോലെ മാമോഗ്രാം ചെയ്താൽ ഇത് വരുമോ ആ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ. അത് തന്നെ ഞാനിപ്പോൾ ആൻസർ പറഞ്ഞു. എക്സ്റേ അതിൻ്റെ എടുക്കുക, എക്സ്റേ അത് എടുക്കുക, CT സ്കാൻ, ഇതൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ മൊത്തത്തിലൊരു അതൊക്കെ റേഡിയേഷൻ. ഇതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ഉള്ളപ്പോൾ മാത്രമല്ല. അതാണ് അതെ. മാമോഗ്രാമൊക്കെ ഒരുപാട് സ്റ്റഡീസ് ചെയ്താണ് ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഉം. ആ ഒരു ഏജിൽ നമുക്കിതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പം ഉണ്ടാകത്തില്ല എന്നുള്ളത് ഉം. പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് അത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും അറിയിടേണ്ട പേടിക്കുകയേ വേണ്ട. കാര്യം ഇല്ല. ഓക്കെ. ധൈര്യമായിട്ട് അത് ചെയ്യാം. ധൈര്യമായിട്ട് അത് ചെയ്യാം. പിന്നെ മിക്ക എല്ലാവരുടെയും തന്നെ അങ്ങനെ ഒരു സൈസസിൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ ബ്രസ്റ്റിൽ? ചിലരുടെ റൈറ്റ് ആയിരിക്കാം, ചിലരുടെ ലെഫ്റ്റ് ആയിരിക്കാം. ആ സൈസ് ഡിഫറൻസ് അനുസരിച്ച് കൂടുതലും കേസസ് വരുമ്പം ഈ ബിഗ് സൈസ് ബ്രസ്റ്റിനാണ് ഇതുപോലെ ക്യാൻസർ വരാൻ ഒരു ചാൻസ് ഒന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്. അതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ടിഷ്യൂ ഞാനിപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആ മെയിലും ഫീമെയിലും
പക്ഷെ മെയിലിന് ഇപ്പം ഉണ്ടെങ്കിൽ അത് അത് വരാത്തത് കുറവ് വരുന്നത് എന്തുകൊണ്ട് അവർക്ക് ബ്രസ്റ്റ് ഇഷ്യൂ കുറവായതുകൊണ്ടാണ്. ഇപ്പം ബ്രസ്റ്റ് ഇഷ്യൂ കൂടുതലുള്ളവർക്ക് ഇപ്പോൾ ആൽക്കഹോളിക് ആൾക്കാർക്ക് ചിലപ്പം ബ്രസ്റ്റ് ഇഷ്യൂ കൂടുതൽ കാണും. അവർക്ക് ചിലപ്പം ഫാമിലി ഹിസ്റ്ററി ഇങ്ങനെ ജനറ്റിക് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കൂടുതൽ വരാം. കൂടുതൽ ഫാറ്റി ആൾക്കാർക്ക് ബ്രസ്റ്റ് ഇഷ്യൂ കൂടുതലുള്ളവർക്ക് വരാം. അപ്പോൾ ഫീമെയിലിന് വരുന്ന ഒരു കാരണം തന്നെ ബ്രസ്റ്റ് ഇഷ്യൂ കൂടുതലുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പിന്നെ ഇപ്പം ഈ ഔട്ടർ ക്വാഡ്രൻറ്റിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഔട്ടർ ആസ്പെക്റ്റിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ ബ്രസ്റ്റ് ഇഷ്യൂ കൂടുതലുള്ളതുകൊണ്ടാണ് അതിൽ കൂടുതൽ വരുന്നത്. അതിൻ്റെ ഈ ബ്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കൂടുതലനുസരിച്ച് ഫാറ്റല്ല, ബ്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കൂടുതലനുസരിച്ച് അത് വരാം, ചാൻസസ് ചാൻസസ് കൂടുതൽ വരാം. അത് തന്നെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇത് ചെയ്തിട്ടില്ല. ലെഫ്റ്റിലൊക്കെ കുറേ സ്റ്റഡീസിൽ ലെഫ്റ്റിലോ കൂടുതലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അങ്ങനെ നോക്കുമ്പം ഏകദേശമൊക്കെ ഈക്വലൊക്കെ തന്നെയാണ് എല്ലായിടത്തും നോക്കുമ്പോൾ. ഓക്കെ. ഇപ്പം ഡോക്ടറിന് ഇപ്പോഴും നമ്മളെന്താ പറയുക, നിങ്ങളെപ്പോലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അറിവുള്ള ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പം എല്ലാവരും വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൂടെ വന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള അവയർനെസ് കൊടുക്കുന്നുമുണ്ട്. എങ്ങനെ ഹെൽത്തി ആയിട്ട് ലിവ് ചെയ്യണം, അല്ലെങ്കിൽ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മളിൽ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരും, ഈ പറയുന്ന പോലെ ക്യാൻസർ വരെ വരാം എന്നൊക്കെ നിങ്ങൾ നിരന്തരം പറഞ്ഞു കൊടുത്തിട്ടും ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ആൾക്കാരിൽ സ്മോക്കിംഗ് മാറ്റമുണ്ട്. എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. സിഗരറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്നിട്ടും വലിക്കുന്നവരുണ്ട്. സിഗരറ്റ് വലിക്കാത്ത കണ്ടിന്യൂസ് ഇതൊക്കെ പറഞ്ഞാലും കണ്ടിന്യൂസ് ഇത് തീർച്ചയായിട്ടും അവർക്ക് ലങ് ക്യാൻസർ വരും എന്ന് അവർക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ് അവർ വലിക്കുന്നത്. അതോ അവർക്ക് തന്നെ അറിയാൻ വരുമെന്ന്. പക്ഷെ എന്തുകൊണ്ട് അവർ വലിക്കുന്നു? അപ്പോൾ സിഗരറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക്, അവരുടെ അടുത്ത കൂട്ടുകാർക്ക്, അവരുടെ വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, ഇതെല്ലാം അവർ നിൽക്കുന്നിടത്തെല്ലാം ഉള്ള ആൾക്കാർക്ക് ഇത് പാസീവ് സ്മോക്കിംഗ് കിട്ടും. അപ്പോൾ അവരുടെ മ്യൂട്ടേഷൻ ചാൻസ് കൂടി. ഈവൻ ലങ് ക്യാൻസറും ഒരു വ്യതിയാനം, ഒരു ജനറ്റിക് വ്യതിയാനം ഉണ്ടായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യതിയാനം പക്ഷെങ്കിൽ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന വ്യതിയാനമാണ് എപ്പിജെനറ്റിക്സ്. ബേസിക് ജീനിലല്ല വ്യത്യാസം, അതിന് എപ്പിജെനറ്റിക്സ് എന്ന് പറയും. അപ്പോൾ പക്ഷേ അത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവർക്കും ഈ കിട്ടുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പണ്ട് ആൾക്കാർ പറയുന്നില്ല, അയ്യോ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ്, അത് സ്മോക്ക് ചെയ്തിട്ടാണോ, അത് കുടിച്ചിട്ടാണോ എന്നൊക്കെ അവരുടെ ന്യായീകരിക്കാൻ പലരും പറയുമല്ലോ സ്ത്രീകൾ. പക്ഷെ ഇതെല്ലാം സ്മോക്കിങ് ഭയങ്കര ഇപ്പോഴും ഒരു ഇതിൽ കുറച്ച് ആൾക്കാരിൽ ഇപ്പോഴും സ്മോക്കിംഗ് വളരെ കൂടുതലാണ്. അതൊരു സമൂഹത്തെ അഫക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പം തന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോഴും ഈവൻ കേരളത്തിൽ പോലും ഇത് ബാൻ ചെയ്തിട്ടുണ്ട് പബ്ലിക് പ്ലേസിൽ. എന്നാലും വലിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അതെല്ലാം ശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതിലേതാണ് നമുക്ക് പ്രശ്നം എന്നുള്ളത് നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ. ഇപ്പം ആൽക്കഹോൾ ആണെങ്കിൽ നമുക്കേ വരുള്ളൂ എന്ന് പറയാം. സ്മോക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. അത് അത്രയും ഒരു കാസിനോജനിക്, ഗ്രൂപ്പ് 1 കാസിനോജൻ ആയിട്ട് സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്താ മറ്റേ പിന്നെ നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാം. അപ്പൊ ഇതൊന്നും അത്രയും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഇന്നത് നിങ്ങൾ പടി കാണിച്ച് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ഇതെല്ലാം ജനറ്റിക് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അത് ആ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈവൻ കാർഡിയാക് ഡിസീസ് വരാതിരിക്കാനും, ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനും, ഡയബറ്റീസ് ഉള്ളവരത് കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ അതാണ്. ഈ ഡയബറ്റീസ് തന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ? കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുന്നത് തന്നെ ഇതൊക്കെ കൊണ്ടുള്ള നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതൽ കൊണ്ടാണ് ഇതും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. കുറച്ചു പേര് അത് ശ്രദ്ധിച്ച് ചിലർക്കൊക്കെ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ ഒരു പേടി തട്ടുവോ, അല്ലെങ്കിൽ ഓക്കെ ഇനി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളൊരു തോന്നല്. ചിലര് നന്നാവും, ചിലര് ജീവിതം ഒന്നല്ലേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നില്ല. നമുക്ക് വല്ലപ്പോഴും ഒക്കെ അത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നവര്, അതൊക്കെ മറ്റ് സമൂഹത്തിന് കേടല്ലേ. അതുപോലെ കണ്ടിന്യൂസ് നമുക്ക് ചീത്തയെന്ന് അറിഞ്ഞാലും പ്രോസസ്ഡ് മീറ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവർ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണല്ലോ. ഇപ്പൊ സ്കൂൾ ലെവലിൽ ഇതിനൊരു എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മളിപ്പം തന്നെ നാളെ എനിക്ക് തോന്നുന്നു ആരോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ്, ഇപ്പൊ സ്കൂളിലൊക്കെ തന്നെ കുട്ടികൾ വിചാരിക്കുന്നത് മറ്റുള്ള കുട്ടികൾ ഇത് കൊണ്ടുവരുമ്പോൾ ഇത് തന്നെയാണ്, ഇത് നമുക്ക് ഹൈ സൊസൈറ്റിയുടെ ഒരു ലക്ഷണമാണ്, ഈ ബർഗർ അങ്ങനത്തെ ഉള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന അങ്ങനത്തെ ഒരു വിചാരമാണ് ഈ കുട്ടികളിൽ വരുന്നത്. അവർക്ക് അറിയത്തില്ലല്ലോ ചെറിയ കുട്ടികൾക്ക്. അപ്പൊ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ ടീച്ചേഴ്സ് തന്നെ ഇതൊന്ന് പറഞ്ഞു കൊടുത്താല്, വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും കേൾക്കത്തില്ല മറ്റേ കുട്ടികളും. അപ്പൊ അവര് തന്നെ ഇതിന്റെ ഈ ഫുഡിന്റെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ചെറിയ ഇതില്
ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് അത് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. അവരുടെ ഒരു ഏജിൽ എന്തൊക്കെ ഫുഡ് നമ്മൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. ശരിയാണ് മാഡം പറഞ്ഞത്. ടീച്ചേഴ്സ് പറയുമ്പോൾ കുറച്ചും കൂടെ കുട്ടികൾ പെട്ടെന്ന്. അല്ലെങ്കിൽ കുട്ടികളെല്ലാം ഇത് തന്നെയല്ലേ കൊണ്ടുവന്ന് കഴിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, നമുക്കിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഒരൊറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഒന്ന് പറയാമോ? അതിൻ്റെ നമുക്കൊരു ABCDEF എന്ന് വേണമെങ്കിൽ അതിന് പറയാം. എ എന്ന് പറഞ്ഞാൽ അവയർനെസ്. അവയർനെസ്സിനെ കുറിച്ച് എനിക്കൊന്ന് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണ്, എങ്ങനെ അത് എർലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അത് എർലി ഡിറ്റക്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രയോജനങ്ങൾ, പിന്നെ അതിൻ്റെ പാരമ്പര്യം, അതെങ്ങനെ നമുക്ക് പ്രിവെൻഷനിൽ അത് എങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറയേണ്ടത് ഇത് സ്റ്റിഗ്മ, എപ്പോഴും ഒരു സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. ആ സ്റ്റിഗ്മ മാറ്റാനായിട്ട് സമൂഹം വളരെ അതിൽ ഇടപെടണം. ഒരു സ്റ്റിഗ്മ മാറ്റി എല്ലാവരും ഒരേപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ അസുഖം മാറ്റിപ്പെട്ടു. അത് എല്ലാവരും ഒരേപോലെയാണ്, അവർക്കൊരു അസുഖം വന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ കൂടുതൽ ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാനും വരാൻ പറ്റുള്ളൂ. അത് അവയർനെസ്. ബി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, പിന്നെ ക്ലിനീഷ്യൻ എക്സാമിനേഷൻ. സി എന്ന് പറഞ്ഞാൽ. ഡി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്. അതിലെല്ലാം വരും. മറ്റേ മമ്മോഗ്രാമോ ഒക്കെ ഡയഗ്നോസിസ് അതെല്ലാം വരും. പിന്നെ ഇ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് മാനേജ്മെന്റ്. ഒരു എക്സ്പേർട്ട് തന്നെ അത് ഒരു മാനേജ് ചെയ്യാൻ, അത് നമ്മൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ്. വളരെ റെഗുലർ ആയിരിക്കണം അതിന്റെ ഫോളോ അപ്പ്. ഓക്കെ. അങ്ങനെ ABCDEF അത് ഓർത്ത് വെച്ചാൽ മതി അല്ലേ? ഓക്കെ. എന്തായാലും മാഡത്തിൻ്റെ ഈ ഒരു ടൈമിന് ഒരുപാട് നന്ദി. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്ന് മനസ്സിലാക്കി തന്നു. ഇവരൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞു തരും. നിരന്തരം നമ്മൾ സാറ്റലൈറ്റ് ചാനലിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, യൂട്യൂബിൽ തന്നെയൊക്കെ നമ്മൾ എന്തേരെയാണ് ഇത്തരത്തിലുള്ള അവയർനെസ് ഓരോരോ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു തരുന്നത്. ഇവർ പറഞ്ഞു തരുന്നത് നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനും, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും, അസുഖങ്ങളൊന്നും വരാതെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിരന്തരം ഇത് കേട്ട സഹികെട്ടയിലും ആൾക്കാർ പോട്ടെ എന്ന് വിചാരിച്ചാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. എന്തായാലും അവരത്രയും സിൻസിയർ ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയും ചെയ്യാം വളരെ സിൻസിയർ ആയിട്ട്. ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. ഒന്നും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട. പക്ഷെ എല്ലാത്തിനും നമ്മളൊരു മിതമായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മളെല്ലാം അത് എൻജോയ് ചെയ്യുമ്പോൾ എല്ലാം അതിലൊന്ന് ശ്രദ്ധിക്കുക അല്ലേ? താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഫോർ യുവർ ടൈം.